നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്ലട്ടറിൽ എങ്ങനെയാണ് പുഷ് നോട്ടിഫിക്കേഷൻ ചെയ്യുന്നതെന്നാണ്. എന്താണ് പുഷ് നോട്ടിഫിക്കേഷൻ എന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയണ്ടാവും. പുഷ് നോട്ടിഫിക്കേഷൻസ് ആർ ആക്ച്വലി മെസ്സേജസ് ദാറ്റ് ആർ സെൻഡ് ബൈ ആപ്ലിക്കേഷൻ ടു എൻഗേജ് യൂസേഴ്സ്. അല്ലെങ്കിൽ യൂസർക്ക് സം ഇമ്പോർട്ടൻറ്റ് മെസ്സേജസ് നമുക്ക് ഇൻഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത് ഈ പുഷ് നോട്ടിഫിക്കേഷൻ എന്നുള്ളത്. ദെൻ അതിൽ പുഷ് നോട്ടിഫിക്കേഷനിൽ ടെക്സ്റ്റ് ഉണ്ടായിരിക്കും, ഇമേജസ് ഉണ്ടായിരിക്കും, യു ക്യാൻ ഹാവ് അതർ മീഡിയ ആൻഡ് ഇത് നോർമലി ആപ്പ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റേറ്റിലാണെങ്കിലും റണ്ണിങ് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ പുഷ് എ നോട്ടിഫിക്കേഷൻ. ആൻഡ് ഇതിൽ പുഷ് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് പല രീതിയിൽ നമുക്ക് ഇത് അച്ചീവ് ചെയ്യാൻ കഴിയും. അതിലൊന്ന് ഫയർബേസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഫയർബേസ് ക്ലൗഡ് മെസ്സേജിങ് ഉപയോഗിച്ച് നമുക്ക് പുഷ് നോട്ടിഫിക്കേഷൻസ് ചെയ്യാം. അതല്ലെങ്കിൽ ഏതെങ്കിലും തേർഡ് പാർട്ടി സർവീസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പുഷ് നോട്ടിഫിക്കേഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യാം. ഓക്കെ, നോർമലി നമ്മൾ യൂട്യൂബിൽ ഓൾറെഡി ദർ ആർ ലോട്ട് ഓഫ് വീഡിയോസ് റിഗാർഡിംഗ് ദിസ് പുഷ് നോട്ടിഫിക്കേഷൻ. അപ്പോൾ അവിടെ നമ്മൾ ജസ്റ്റ് എങ്ങനെയാണ് ഫയർബേസ് ഉപയോഗിച്ച് പുഷ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഫയർബേസ് കൺസോളിൽ കയറിയിട്ട് ക്ലൗഡ് മെസ്സേജിങ്ങിൽ പോയിട്ട് അവിടുന്ന് ഒരു നോട്ടിഫിക്കേഷൻ പുഷ് ചെയ്യും. ഈവൻ നമ്മൾ OneSignal ആണ് ഉപയോഗിക്കുന്നത്, OneSignalന്റെ ഡാഷ്ബോർഡ് കയറിയിട്ട് അവിടുന്ന് ഒരു നോട്ടിഫിക്കേഷൻ പുഷ് ചെയ്യും. പക്ഷേ ഇൻ റിയൽ സെനാരിയോ നമുക്ക് ഇങ്ങനെ ആയിരിക്കില്ല വേണ്ടി വരും. നമുക്ക് വേണ്ടി വരുന്നത് എന്തായിരിക്കും, ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു അഡ്മിൻ ആപ്പ് ഉണ്ട്, ദെൻ ദർ ഈസ് എ യൂസർ ആപ്പ്. അഡ്മിൻ ഒരു പുതിയ ഓഫർ ക്രിയേറ്റ് ചെയ്യുകയാണ്, അതായത് അഡ്മിൻ ആപ്പിനകത്ത് അത് ക്രിയേറ്റ് ചെയ്ത് ആ ഓഫർ നമ്മൾ DBയിലേക്ക് അല്ലെങ്കിൽ സെർവറിലേക്ക് സേവ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യണം, വി നീഡ് ടു ഇൻഫോം ദ യൂസേഴ്സ് ദർ ഈസ് എ ന്യൂ ഓഫർ എന്നുള്ള കാര്യം ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഓഫർ എപ്പോൾ നമുക്ക് DBയിൽ അപ്ഡേറ്റ് ആവുന്നു അല്ലെങ്കിൽ ഒരു പുതിയ ഓഫർ ക്രിയേറ്റ് ആവുന്നു, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യണം, വി നീഡ് ടു സെൻഡ് ഓർ വി നീഡ് ടു നോട്ടിഫൈ ദ യൂസേഴ്സ്. ഇത് നമ്മൾ ഇതുവരെ യൂട്യൂബിലൊക്കെ കാണുന്ന വീഡിയോയിൽ എങ്ങനെയായിരിക്കും, നമ്മൾ എന്ത് ചെയ്യും, ഇതൊക്കെ ചെയ്യും, എന്നിട്ട് നമ്മൾ ഈ പറയുന്ന ഫയർബേസ് കൺസോളിൽ കയറിയിട്ട് അവിടുന്ന് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് അവിടുന്ന് പുഷ് ചെയ്യും. പക്ഷേ ഇത് ഒരു പ്രാക്ടിക്കൽ സെനാരിയിൽ വരുമ്പോൾ ഇത് പോസിബിൾ ആയിരിക്കില്ല. നമുക്ക് എപ്പോഴും കയറിയിട്ട് അവിടെ പോയി ഒരു നോട്ടിഫിക്കേഷൻ, ഇവിടെ ഒരു ഓഫർ ക്രിയേറ്റ് ചെയ്തു, അതുമായി ബന്ധപ്പെട്ട കാര്യം അവിടെ പോയി പുഷ് ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് എ പ്രാക്ടിക്കൽ വേ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ കാര്യമാണ്. അതായത് നമുക്ക് എന്ത് ചെയ്യണം, നമ്മളൊരു അഡ്മിൻ ആപ്പ് ഉണ്ടാക്കുന്നു. ആ അഡ്മിൻ ആപ്പ് സിമ്പിളായിട്ടൊരു ആപ്പ്, ആ ആപ്പിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഓഫർ അല്ലെങ്കിൽ സംതിങ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അത് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ DBയിലേക്ക് സേവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യണം, ഒരു നോട്ടിഫിക്കേഷൻ സെൻഡ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന OneSignal ആണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. ഐ ഗിവ് യു എ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ഹൗ ടു സെറ്റ് അപ്പ് ഓൾ ദീസ് തിങ്സ്. ഓക്കെ, ഈ വീഡിയോയിലെല്ലാം നമ്മൾ കവർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ദിസ് എ മസ്റ്റ് വാച്ച് വീഡിയോ. നിങ്ങൾക്ക് പുഷ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണാം. മറ്റുള്ള വീഡിയോയിൽ നിന്നുള്ള ഡിഫറൻസ് ഇതാണ്, നമ്മൾ എല്ലാതും ആപ്പിൽ നിന്നാണ് ഞാൻ ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഈ പറയുന്ന സർവീസ് പ്രൊവൈഡറുടെ ഡാഷ്ബോർഡിൽ കയറിയിട്ടല്ല നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നോട്ടിഫിക്കേഷൻസ് പുഷ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഈ എന്താണ് ആപ്പ് എന്നുള്ളതിൻ്റെ ഒരു ഡെമോ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ രണ്ട് ആപ്പാണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫയർബേസ് ഉപയോഗിക്കുന്നുണ്ട്, ഒബ്വിയസ്ലി നമ്മൾ ഫയർബേസ് ഉപയോഗിക്കുന്നുണ്ട് ഈ പുഷ് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി. ഓക്കെ, ബാക്ക് എൻഡ് ആയിട്ട് ഞാനിവിടെ ഈ പ്രൊജക്റ്റിൽ ഉപയോഗിക്കുന്നത് ഫയർബേസ് ആണ്. പക്ഷേ നമ്മളെ കോഡ് എന്ന് പറയുന്നത് യു ക്യാൻ റീപ്ലേസ് വിത്ത് എനി APIs, എനി ബാക്ക് എൻഡ് വെച്ച് റീപ്ലേസ് ചെയ്യാം. ഞാനിവിടെ ഓഫർ സേവ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഫയർബേസിലേക്കാണെന്നുള്ളൂ. ആ ഒരു കോഡ് മാറ്റിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ നിങ്ങൾ API ആണെങ്കിൽ യു ക്യാൻ കോൾ ദ API ആൻഡ് സേവ് ദ തിങ്സ് ടു യുവർ അതർ ബാക്ക് എൻഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് വല്ലാണ്ട് വൈകാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കോഡ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, വെൽക്കം ടു ദ വീഡിയോ. ഓക്കെ, ഞാനൊരു പുതിയ ഫ്ലട്ടർ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് യുവർ പ്രൊജക്ട് നെയിം ഈസ് ആക്ച്വലി ഐ എം ഗോയിങ് ടു ഗിവ് ഇറ്റ് ആസ് പുഷ് അഡ്മിൻ. ഓക്കെ, ആൻഡ് ഐ നീഡ് വിൻഡോസ്, മാക്, there is no need of Linux. Okay, and you can change the package name to some other name. If you want, you can go with that example because I'm publish ചെയ്യാൻ പോകുന്നില്ല, അപ്പോൾ നമുക്ക് എക്സാമ്പിൾ തന്നെ പോവാം. Okay, and after this you can click on the create button. Okay, അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് എന്ത് ചെയ്യും, നമ്മളെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയി. ഇതാണ് നമ്മുടെ പ്രൊജക്റ്റ്, ഇത് നമ്മുടെ അഡ്മിൻ ആപ്പാണ്. ഓക്കെ, ഈ അഡ്മിൻ ആപ്പിൽ നമ്മൾ അഡ്മിനുമായി ബന്ധപ്പെട്ട എല്ലാ ആക്ടിവിറ്റികളും ഇവിടെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇൻസൈഡ് അഡ്മിൻ ആപ്പ് ഞാൻ ആദ്യം ഫോൾഡർ സ്ട്രക്ചർ ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് ക്രിയേറ്റ് എ ന്യൂ ഫോൾഡർ ഫോർ സ്ക്രീൻസ്. ഓക്കെ, ദെൻ ഐ നീഡ് സം മോഡൽ ഫോൾഡേഴ്സ്. ഓക്കെ, ഐ ഹാവ് സം മോഡൽസ്, സോ മോഡൽസ് ക്രിയേറ്റ് ചെയ്തു. Then we have some services like notification service, Firebase DB service, അങ്ങനെ കുറേ സർവീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സർവീസസ് ഫോൾഡർ ഉണ്ടാക്കി. ഓക്കെ,
Then inside this screens, okay, before that you can connect uh, your project to Firebase. Okay, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ Firebase കൺസോളിൽ പോയിട്ട് you can create a new project and go to your Firebase console എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പുതിയ Firebase project ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ആ Firebase projectും ഈ ആപ്പും തമ്മിൽ കണക്ട് ചെയ്യണം. Okay, and I just have my console here. Okay, let's create a new project and I'm going to give this as push notify, or you can give it as push notify. Okay, and accept the terms and conditions, then click on continue, and let me turn off this analytics right now. Create project. Okay, and this will create a new Firebase project. ഇതാണ് നമ്മുടെ ഇനീഷ്യലി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ Firebase പ്രൊജക്റ്റിനെ നമ്മളുടെ ഫ്ലട്ടർ ആപ്പുമായി കണക്ട് ചെയ്യണം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഈ എനി ഡൗട്ട്സ് യു ക്യാൻ refer this documentation Flutter to Firebase. Okay, then you will get this documentation, and obviously നിങ്ങൾക്ക് ഇവിടെ എല്ലാത്തിൻ്റെയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും. യു നീഡ് Firebase CLI, then using that Firebase CLI, and if you don't have Firebase CLI, you will get instruction how to install your Firebase CLI. You can use npm to install your Firebase CLI. Okay, that's pretty straightforward. You can follow these instructions. Okay, and if you want a video, you can refer my video in my channel. Okay, then ini nammal endu cheyana, we need to log into your Firebase console. So അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്രൊജക്റ്റിൽ എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് you can use Firebase login, and ഇപ്പോൾ ഞാനിവിടെ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി എന്ത് കാണും, ഓൾറെഡി നമ്മൾ സൈൻ ഇൻ ചെയ്തിരുന്നതാണ് ഒരു ഇമെയിൽ ഐ ഡി. പക്ഷേ റൈറ്റ് നൗ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഇമെയിൽ ഐ ഡിയിൽ നിന്നല്ല, വേറൊരു ഇമെയിൽ ഐ ഡിയിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് റീഓത്ത് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് ലോഗിൻ എന്ന് കൊടുത്തിട്ട് -reauth എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു ലിങ്ക് കിട്ടും, ദിസ് വൺ. ഓക്കെ, ആൻഡ് യു ക്യാൻ ക്ലിക്ക് ഓൺ ദിസ് ലിങ്ക് ആൻഡ് യു വിൽ be redirected to your account. And make sure that your default app is Chrome, otherwise that will open in that. Who is your browser? Chrome. Okay, and you can make it set as default and close this and click on this thing, and wait a second, and let me cancel this thing and type it again. Okay, now you are inside your Google Chrome, and you can have your email ID here. Okay, then okay, and you have to give permission, then allow. Okay, now come back to your terminal, and you can see now you are logged in as that particular email ID. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നിങ്ങളുടെ പ്രൊജക്റ്റിനകത്ത് നിന്ന് ഇവിടെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. യു ക്യാൻ ഗീവ് ദിസ് തിങ് Flutterfly configure എന്ന് കൊടുത്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഈ പ്രൊജക്റ്റിനകത്തുള്ള അല്ലെങ്കിൽ ഈ ഇമെയിൽ ഐ ഡി ഈ കൺസോളിലുള്ള എല്ലാ പ്രൊജക്റ്റും ഇവിടെ ഫെച്ച് ചെയ്ത് കാണിച്ചിരും. എന്നിട്ട് നിങ്ങൾക്ക് ഏത് പ്രൊജക്റ്റാണോ കണക്ട് ചെയ്യേണ്ടത് അതുമായി കണക്ട് ചെയ്യാം. Actually, we have only one project here and press enter, and which all platforms you need, and these are the platforms you need. Press enter. Now it is asking for your package name. Android package name ചോദിക്കുന്നില്ല. You will get that from app build.gradle. Then you can come here, and this is the package name, and you can copy that and paste it here. And there is a problem here, and it's not. You can't type it fully here. Okay, that is an issue. And അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഞാനിതൊന്ന് അബോട്ട് ചെയ്തു, എന്നിട്ട് ഞാൻ നമ്മളെ ഇൻസ്ട്രക്ഷനിൽ ഒന്നുകൂടി വരികയാണ്. Then come here and you can copy this thing, and let me run this command. Okay, and നമുക്ക് CLI Firebase Flutterfly CLI ഒന്നുകൂടി ആക്ടിവേറ്റ് ചെയ്തു. ആൻഡ് ഇത് ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം ഇനിയും ശരിയാവുന്നില്ലെങ്കിൽ നമുക്ക് വേറെ സൊല്യൂഷൻസ് ഉണ്ട്. ആൻഡ് കം ഹിയർ, ദെൻ ടൈപ്പ് ദ Flutterfly configure again. ദെൻ ഇവിടെ വന്നിട്ട്
നമുക്ക് അഗെയിൻ ചോദിക്കും. നമുക്ക് ഈ ഒരു ഇതിനൊരു ക്യാരക്ടർ ലിമിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അതായത് നമ്മൾ ഈ കൺസോളിൽ ടൈപ്പ് ചെയ്തതിന് അത് കഴിയുമ്പോഴായിരിക്കും അത് അവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റാതെ വരുന്നത്. ഓക്കെ, സ്റ്റിൽ ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ഡോണ്ട് വറി. You can go to your terminal and go to your studio projects and come to your studio projects. Okay, and what is the app name? And this is push admin. Who is that? Push admin. Open that and open this path. Okay, then from here you can type, I think, Flutterfly configure. Okay, and from here I think we can connect it. And sometimes ചിലപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ ഇത് ഇവിടെ വർക്ക് ചെയ്യാറുണ്ട്. ചിലപ്പോൾ അതങ്ങനെ ഒരു ക്യാരക്ടർ ലിമിറ്റ് കാണിക്കും. അത് എന്താണ് പ്രശ്നം എന്ന് എനിക്ക് ഇതുവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് അഗെയിൻ സെലക്ട് ചെയ്തു. നോ യു ക്യാൻ ടൈപ്പ്, ഐ തിങ്ക്, com dot ralphis dot push admin. ഓക്കെ, ആൻഡ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ആപ്പിൽ ഫയർബേസിന് വേണ്ടിയുള്ള കോൺഫിഗറേഷൻസ് ഇവിടെ ആഡ് ആവും. ഞാനിപ്പോൾ ഇതിൽ ചെയ്യാൻ പോകുന്നത് ആൻഡ്രോയിഡ് മാത്രമാണ്. ആൻഡ്രോയിഡ് കോൺഫിഗറേഷൻസ് മാത്രമാണ് ചെയ്യുന്നത് ബിക്കോസ് ഐ എം ഇൻ എ വിൻഡോസ് മെഷീൻ. ഓക്കെ, ഓക്കെ, നൗ യു ക്യാൻ കം ബാക്ക് ടു യുവർ പ്രൊജക്റ്റ് അഗെയിൻ ആൻഡ് ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും, അഗെയിൻ പ്രോംപ്റ്റ് ഒന്നുകൂടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് അഡീഷണൽ ഫയൽസ് ഒക്കെ നിങ്ങൾക്ക് ആഡ് ആയിട്ടുണ്ടാവും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫയർബേസ് കണക്ട് ചെയ്യുന്നത്. ആൻഡ് അതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇൻസ്ട്രക്ഷനിൽ പോയാൽ നിങ്ങൾക്ക് എക്സാക്ട്ലി എല്ലാ ഇൻസ്ട്രക്ഷൻസ് ഇവിടെ ഉണ്ടായിരിക്കും. ആഫ്റ്റർ ദിസ് തിങ് ഇത് എന്ത് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ ഇവിടെ ഉണ്ടായിരിക്കും. ആൻഡ് യു നീഡ് സം പാക്കേജസ് ആൻഡ് അതവിടെ ചെയ്യട്ടെ. നമുക്കിവിടെ കുറച്ച് പാക്കേജ് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഫയർബേസ് ഉപയോഗിക്കണമെങ്കിൽ നമുക്കറിയാം നമുക്ക് എന്ത് വേണം, ഫ്ലട്ടർ പബ് ആഡ്. യു നീഡ് ദ കോർ പാക്കേജ്, സോ യു ക്യാൻ ഹാവ് ഫയർബേസ് അണ്ടർസ്കോർ കോർ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത്, നമ്മൾ ഇതിനകത്ത് എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ഓത് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ അപ്പോൾ നമുക്ക് എന്ത് വേണം, ഫയർബേസ് അണ്ടർസ്കോർ ഓത് എന്നുള്ള പാക്കേജ് വേണം. ദെൻ നിങ്ങൾക്ക് ഒറ്റ ലൈനിൽ എഴുതാം കേട്ടോ, സ്പേസ് ഇട്ടിട്ട് ഓത്ത് പാക്കേജ് വേണം. ദെൻ യു നീഡ് ഫയർബേസ് ക്ലൗഡ് ഫയർ സ്റ്റോർ വേണം, ക്ലൗഡ് അണ്ടർസ്കോർ ഫയർ സ്റ്റോർ. Okay, and we need some other packages like OneSignal and all these packages. നമുക്ക് ആവശ്യമുള്ള പാക്കേജ് ഒക്കെ നമുക്ക് ചെയ്യാം, ഒറ്റയടിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വേണ്ട പാക്കേജസ് ഇപ്പോൾ നമ്മൾ കോർ ചെയ്തു. ആൻഡ് യു നീഡ് OneSignal. ആൻഡ് OneSignal എന്ന് പറയുന്ന പാക്കേജിന്റെ പേര് ഇതാണ്. You can have Flutter. The package name is actually OneSignal Flutter. OneSignal underscore Flutter. And you need HTTP package and press enter. Okay, and this will install all these packages. Then you can come to your pubspec.yaml and make sure that all the packages are imported here. Okay, so all the packages are ready. And then you can pubget it. Okay, now on the pubget table and everything is ready. Now you have your Firebase options here and options ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇത് എവിടെ നിന്ന് വന്നതാണ്, നമ്മളിവിടെ ഫയർബേസ് കണക്ട് ചെയ്തപ്പോൾ വന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഫയർബേസ് ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ SDK വേർഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ API എന്ന് പറയുന്നത് 19 and above ആയിരിക്കണം. ആൻഡ് ഐ എം ഗോയിങ് ടു മേക്ക് ഷുവർ ദാറ്റ് ദിസ് ഡിഫോൾട്ട് കോൺഫിഗറേഷൻ ഇസ് 23 and I am targeting 34. Okay, and also the compiled SDK version is 34. Okay, and that's enough. Now you can run your project, and if everything is okay, you'll get the app running. And അതിന് മുമ്പ് ഒരു കാര്യം കൂടി ചെയ്യണ്ടാവും. And inside your main.dot you have to make sure that your main function is async. Okay, now you have to write some lines here. Initially you need to widgets, add this line, widgets flutter binding dot ensure initialized. Okay, now you can await for firebase dot initialize app, and you need to import this Firebase, and this is coming from the core package initialize app. Okay, then you have to pass the options is actually default Firebase options dot current platform. Okay, now everything is ready. Now let me start my emulator here. Okay, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. Okay, and this is actually the app I have already built.
ഓക്കെ, ഇത് നമ്മൾ ഒന്നുകൂടി ചെയ്യാനാണ് പോകുന്നത്. ഇത് ഞാൻ ചെയ്ത് നോക്കിയതാണ്, നിങ്ങൾക്കത് പഠിക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി ചെയ്യുന്നുണ്ട്. ഇത് പഴയ ഇൻസ്റ്റൻസ് അവിടെ ഓപ്പൺ ആയിരിക്കുന്നതാണ്. ഓക്കെ, നമ്മുടെ ആപ്പ് ഒന്ന് റണ്ണായി വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. എമുലേറ്റർ സ്റ്റാർട്ടായി. സെലക്ട് ദ എമുലേറ്റർ ആൻഡ് വേർ ഈസ് ദ എമുലേറ്റർ. ഹലോ, ദെൻ ഓക്കെ, റൺ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. റൺ ആവട്ടെ. ഓക്കെ, നമ്മുടെ ആപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, റണ്ണായി വന്നിട്ടുണ്ട്. ആൻഡ് ഫയർബേസ് നമ്മൾ കണക്ട് ചെയ്തു. ആൻഡ് യു ക്യാൻ ഗോ ടു യുവർ ഫയർബേസ് കൺസോൾ ആൻഡ് യു ക്യാൻ കം ടു യുവർ ഫയർബേസ് കൺസോൾ ഹിയർ ആൻഡ് ക്ലിക്ക് ഓൺ കണ്ടിന്യൂ. നൗ യു ക്യാൻ സീ ആൻ ആപ്പ് ആഡഡ് ഹിയർ. നമ്മളിപ്പോൾ ആഡ് ചെയ്ത ആപ്പ് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ആൻഡ് wait a second. Okay, now you can see your app. ഇവിടെ നമുക്ക് നമ്മളെ 3 ആപ്പ്, അതായത് ഒന്ന് ആൻഡ്രോയിഡ്, ഒന്ന് iOS, ഈ 2 ആപ്ലിക്കേഷൻസ് ഇവിടെ കാണാം. അതിന് വെബും ഉണ്ട്. ഈ 3 പ്ലാറ്റ്ഫോമാണ് നമ്മൾ ചൂസ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത്, നമ്മളിവിടെ നമുക്ക് വേണ്ട സർവീസ് ഓതൻറ്റിക്കേഷൻ സർവീസ് നമുക്ക് വേണം. അപ്പോൾ നമ്മൾ ഓതൻറ്റിക്കേഷൻ എന്ത് ചെയ്യാണ്, ഇവിടെ എനേബിൾ ചെയ്യാണ്. ഗെറ്റ് സ്റ്റാർട്ടഡ്. നൗ യു ക്യാൻ എനേബിൾ ഓതൻറ്റിക്കേഷൻ. ഐ എം ഗോയിങ് ടു എനേബിൾ ദിസ് അനോണിമസ് ഓതൻറ്റിക്കേഷൻ. ഓക്കെ, നമ്മൾ അഡ്മിൻ എന്ത് ചെയ്യണം, അനോണിമസ്ലി ഓതൻറ്റിക്കേറ്റ് ചെയ്തു. Then we need Firestore, so you can go to Firebase Firestore. Then you can enable your DB. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, Firestore enable ചെയ്യാം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും, ഞാൻ അതൊന്നുകൂടി കാണിക്കുന്നുള്ളൂ. ഇവിടെ വന്നിട്ട് ക്രിയേറ്റ് ഡാറ്റാബേസ്. Now you can have that in production mode, create it. Okay. ഓക്കെ, ഞാനത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടത്, നമ്മളിവിടെ കുറച്ച് ഫയർബേസ് റൂൾസ് എഴുതാൻ പോകുന്നുണ്ട്. ഓക്കെ, ആൻഡ് യു ക്യാൻ ഹാവ് സം ഫയർബേസ് റൂൾസ് ഹിയർ. ഓക്കെ, ആൻഡ് നോർമലി ഇമ്മീഡിയറ്റ്ലി നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ഇവിടെ വന്നിട്ട് റൂൾസ് ഉണ്ടായിരിക്കും. ഇവിടെ റൂൾസ് പ്ലേ ഗ്രൗണ്ടിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ റൂൾസ് കാണാം. അതായത് ഈ ഡാറ്റാബേസിലേക്ക് റീഡ് റൈറ്റ് പെർമിഷൻസ് എന്താണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യമൊക്കെയാണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ നമുക്കത് ഇവിടെ നമ്മൾ എക്സ്ക്ലൂസീവ്ലി നമ്മൾ കുറച്ച് സ്പെസിഫിക് റൂൾസ് എഴുതാൻ പോകുന്നുണ്ട്. ആൻഡ് അതായത് നിങ്ങൾ മേ ബി ഇതിനു മുമ്പേ റൂൾസ് ചിലപ്പോൾ എഴുതിയിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് റൂൾസ്, അഡീഷണൽ റൂൾസ് എഴുതുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇപ്പം ഇതിനകത്ത് കിടക്കുന്നത് എനിബഡി ക്യാൻ, ഇവിടെ നമ്മൾ റീഡ് റൈറ്റ് ഇഫ് ഫാൾസ് എന്നാണ് കൊടുത്തേക്കുന്നത്. ആൻഡ് നോബഡി ക്യാൻ റൈറ്റ് ടു ദിസ് ഓർ റീഡ് ഫ്രം ദിസ് ഡാറ്റാബേസ്. പക്ഷെ നമ്മൾ ഈ റൂൾ ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഓതൻറ്റിക്കേറ്റഡ് യൂസർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്തേക്ക് ക്രിയേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനുള്ള പെർമിഷനൊക്കെ കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഈ റൂൾസ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം. ആൻഡ് റൂൾ വേർഷൻ 2 തന്നെയാണ്. ദെൻ സർവീസ് ക്ലൗഡ് ഫയർസ്റ്റോർ, ദെൻ മാച്ച് ഡാറ്റാബേസ്, ആൻഡ് എവറിത്തിങ് ഈസ് സെയിം. ആൻഡ് അഗെയിൻ മാച്ച്. ഓക്കെ, ആൻഡ് ദിസ് തിങ് ഈസ്, ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവാണ്. മാച്ച് കഴിഞ്ഞിട്ട് ഐ എം ഗോയിങ് ടു റിമൂവ് ദിസ് തിങ് ആൻഡ് ഐ എം ഗോയിങ് ടു ഹാവ് മൈ കളക്ഷൻ ഹിയർ. And this is a collection I am going to create. Offers എന്നുള്ള collection create ചെയ്തു. Then you can have and offer ID. Okay. Then അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, allow read എന്ന് നമ്മൾ കൊടുത്തു. Offers, what is the error here? And I think offers, you need a slash here. Okay. Then ഇവിടെ വന്നിട്ട് allow read ആണ്. And that is if true. Allow read if true. Correctly. Allow read if true. Then ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, allow write colon if request dot auth not equal to null എന്ന് വെച്ചാൽ authenticated ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഇനി നമുക്ക് ഇതിനകത്തേക്ക് അഡീഷണലി എഴുതാം. ബാക്കി വേറെ കുറച്ച് കാര്യങ്ങളോടൊക്കെ നമ്മൾ എഴുതുന്നുണ്ട്. ആൻഡ് ക്വറീസിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി യു ക്യാൻ ഹാവ് സംതിങ് ലൈക്ക് ദിസ്. അലോ ലിസ്റ്റ് ഇഫ് റിക്വസ്റ്റ് ഡോട്ട് query query dot limit less than or equal to 20 and request dot
query request dot query dot order by equal to created at, and that should be in quotes, created at. നമുക്ക് ഓർഡർ ചെയ്ത് കിട്ടേണ്ടത് ഇതിനെ ബേസ് ചെയ്യുന്നത് ക്രിയേറ്റഡ് അറ്റ് ദെൻ ബ്രാക്കറ്റ്സ് കറക്റ്റ് അല്ലേ, ബ്രാക്കറ്റ്സ് റിക്വസ്റ്റ് ഡോട്ട് ക്വറി ഈക്വൽ ടു ക്രിയേറ്റഡ് അറ്റ് ഓർ റിക്വസ്റ്റ് ഡോട്ട് ക്വറി ഡോട്ട് ഓർഡർ ബൈ ഈക്വൽ ടു ഈസ് ആക്റ്റീവ്. അതായത് ആക്റ്റീവ് ആയിട്ടുള്ള ഓഫേഴ്സ് മാത്രം എന്ത് ചെയ്താൽ മതി, നമുക്ക് കിട്ടിയാൽ മതി. പുട്ട് എ സെമിക്കോളൻ ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് എവറിത്തിങ് ഈസ് കറക്റ്റ്. And there is a mistake here. Allow list if request dot query dot limit less than or equal to ampersand double ampersand, then bracket open QUEST request. Okay, that's spelling mistake. Okay, now we can publish this thing and നമ്മൾ റൂള് ചേഞ്ച് ചെയ്തു. ഓക്കെ, ഇത്രേ ഉള്ളൂ. നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, ഓതന്റിക്കേറ്റഡ് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്താൽ മതി, റൈറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, റീഡ് ചെയ്യണം. സ്പെസിഫിക്കലി ഈ കളക്ഷനിൽ നിന്ന് റീഡ് ചെയ്യുമ്പോഴുള്ള റൂളാണ് നമ്മൾ എഴുതിയത്. ഓക്കെ, അതായത് ഓതന്റിക്കേറ്റഡ് ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നൗ ഓതന്റിക്കേഷൻ ചെയ്തു. ഫയർ സ്റ്റോറിൽ പോയി നമ്മൾ കുറേ ചേഞ്ച് ചെയ്തു. നൗ യു ക്യാൻ മിനിമൈസ് ദിസ് തിങ് and you can come to your app. നമ്മൾ ഫോൾഡേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ലെറ്റ്സ് ഫസ്റ്റ് ഡിഫൈൻ ദിസ് ഹോം പേജ്. ലെറ്റ് മീ ഡിലീറ്റ് എവറിത്തിങ് ഫ്രം മൈ ഡീഫോൾട്ട് പേജ്. ഇവിടുന്ന് നമ്മളിത് മൊത്തം കളയാണ്. എന്നിട്ട് ഐ എം ഗോയിങ് ടു കോൾ ഇറ്റ് ആസ് അഡ്മിൻ ആപ്പ് എന്ന് കോൾ ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, വി നീഡ് ടു ക്രിയേറ്റ് ആൻ അഡ്മിൻ ആപ്പ്. ഇവിടെ വന്നിട്ട് നമ്മളൊരു അഡ്മിൻ ആപ്പ് ക്രിയേറ്റ് ചെയ്യണം. അത് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ ഒരു സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ്. ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് കോൾഡ് admin app. Okay, now this is going to return our material app. Okay, put a semicolon. Then you can write your theme if you want, and theme data. Then you can have primary swatch, that is blue, colors dot blue. Okay, and you can use material 3 equal to true. Okay, then home എന്ന് പറയുന്നത് എന്തായിരിക്കും, you can have admin home screen. This is admin home screen, and നമ്മളിത് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. Now come to your screens and you can create a new file that is called admin home underscore screen. Okay, now you can create your admin home screen, and you can have something like this. Import here, എന്തായിരിക്കും ഇമ്പോർട്ട് ചെയ്യേണ്ടത്, മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്യുക. ഇമ്പോർട്ട് മെറ്റീരിയൽ, then create a stateful widget, and that is called admin home screen. Okay, then ഇവിടെ നമുക്ക് വേണ്ടത്, നമുക്ക് ഫസ്റ്റ് നമുക്ക് UI ഒന്ന് ചെയ്യാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ ഫങ്ഷണാലിറ്റീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ആൻഡ് ദിസ് ഈസ് ആക്ച്വലി റിട്ടേണിങ് എ scaffold. Okay, then I need an app bar here, app bar. And inside the app bar I need an icon action area, and inside the action area I need an icon button, and you can keep an option here, and that is icons dot notification, icons dot, and this is capital, icons dot notification. Okay, and let's come back to the home screen, main dot, and import this thing and save it. Now let me reboot app. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്ത് വന്നു, നമുക്ക് ആപ്പ് ബാർ ഉണ്ട്. ആപ്പ് ബാറിലൊരു നോട്ടിഫിക്കേഷൻ ഐക്കൺ ഉണ്ട്, ആൻഡ് യു ക്യാൻ റിമൂവ് ദിസ് ബാനർ. ഫോൾസ്, സേവ് ഇറ്റ്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് വേണ്ടത്, നമുക്ക് എന്ത് വേണം, നമുക്ക് നമ്മളുടെ ഹോം പേജിലുള്ള കണ്ടന്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് വേണ്ടത് എന്തായിരിക്കും, നമുക്ക് ഇവിടെ ഒരു പുതിയ ഓഫർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ബട്ടൺ വേണം. ഓക്കെ, അതിനുവേണ്ടി നമ്മളിവിടെ എന്ത് ചെയ്തു, ഐ എം ഗോയിങ് ടു കോൾ ഇവിടെ നോട്ട് ഹിയർ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, സ്കഫോൾഡിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ട്.
ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം? I'm going to write a floating action button, and that is actually a floating action button. You can have an on press here. Okay, then the child is actually, and you can have an icon, and that is icons dot add. Okay, and ഇവിടെ ഇതിന്റെ ഓൺ പ്രസ്സിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഈ ഓൺ പ്രസ്സിനകത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിവിടെ സെൻഡ് നോട്ടിഫിക്കേഷൻ ചെയ്യണം, ആൻഡ് വി നീഡ് ടു ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? സേവ് ദ ഡാറ്റ, സേവ് ദ ഓഫർ ടു DB. നമ്മൾ ഫയർബേസിലേക്ക് സേവ് ചെയ്യണം. ദെൻ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യണം? നോട്ടിഫിക്കേഷൻ സെൻഡ് ചെയ്യണം. ഇതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ഒന്ന് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ ബട്ടൺ കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഇവിടെ നമുക്ക് വേണ്ടത് ഇതല്ലല്ലോ. ഇവിടെ നമുക്ക് വേണ്ടത് എന്ത് ചെയ്യണം? ഇതിനുള്ള ഒരു ഇവിടെ നമുക്ക് വേണ്ടത് ആക്ച്വലി കാണിക്കേണ്ടത് എന്താണ്? നമുക്കൊരു ഫോം വരണ്ടേ? പുതിയ ഫോം ട്രിഗർ ചെയ്യണം. ആ ഫോമിനകത്ത് നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യാണ്? ഞാൻ ഇതിൻ്റെ ഓൺ പ്രസ്സിനകത്ത് ഐ എം ഗോയിങ് ടു കോൾ എ മെത്തേഡ് കോൾ ഷോ add offer dialog. Okay, then you can pass the context here. Okay, and this is actually it won't exist here, and this is a single state, sorry, and this is actually a single statement, so you can write something like this. Okay, ഇനി നമുക്ക് വേണ്ടത് ഇത് ഡിഫൈൻ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ വന്നിട്ട് ഈ ഒരു ഫംഗ്ഷൻ എഴുതണം. ഈ ഫംഗ്ഷൻ എഴുതുന്നത് എങ്ങനെയായിരിക്കും? നമുക്കിതിനകത്ത് എന്ത് ചെയ്യണം? നമുക്കിതിനകത്തൊരു ഫോം ക്രിയേറ്റ് ചെയ്യണം, ആൻഡ് ദാറ്റ് ഷുഡ് ബി എ ഫ്യൂച്ചർ void and underscore show add offer dialog. Okay, and show add offer dialog. And what is the error here? Okay, and this isn't ഇവിടെ നമ്മൾ റിട്ടേൺ ചെയ്തില്ല, അതുകൊണ്ടാണ്. ഇവിടെ നമുക്ക് എന്ത് വേണം? നമുക്കൊരു ടൈപ്പ് ഉണ്ട്, ബിൽഡ് കോണ്ടെക്സ്റ്റ്. ഓക്കെ, നോ ഇവിടുത്തെ എറർ നമുക്ക് പോയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇവിടെ എന്തായിരിക്കും? ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ നമുക്കൊരു ഫോം കാണിക്കണ്ടേ? Okay, so actually I need something called, ഇവിടെ നമുക്കൊരു ഫോം കാണിക്കണം. ആ ഫോം എന്ന് പറയുന്നത് ആഡ് ഓഫർ ഡയലോഗാണ്. അത് നമുക്ക് കാണിക്കണം, ആഡ് ഓഫർ ഡയലോഗ്. ഓക്കെ, ഇവിടെ വേറൊരു ഡയലോഗ് നമ്മൾ കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആഡ് ഓഫർ ഡയലോഗ് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ഈ ആഡ് ഓഫർ ഡയലോഗ് എഴുതണം. ഓക്കെ, ഫസ്റ്റ് ലെറ്റ്സ് റൈറ്റ് ദാറ്റ് ആഡ് ഓഫർ ഡയലോഗ്. Okay, that is actually a class, and that is pure UI. So let me write the class below this thing. Class, you can create a stateful class add offer dialog. Okay, now this is going to return what happened. Okay, and just stateful widget add offer dialog. Okay, now this is going to return an alert dialog. Okay, I'll copy that UI because that is just a UI. I think that may be sometimes boring for you. Okay, and I need some form keys and controllers. That is very straightforward. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ കോപ്പി ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ദ തിങ്സ് വി നീഡ്. നൗ ഇനി നമുക്ക് വേണ്ടത് ഇവിടെ ലെറ്റ്സ് ഡിസ്പോസ് ദിസ് തിങ്. അതായത് ഇതിനകത്തുള്ള കൺട്രോളേഴ്സ് ഒക്കെ ഒന്ന് ഡിസ്പോസ് ചെയ്യാം. ഓക്കെ, ഞാൻ ആ കൺട്രോളേഴ്സ് ഒക്കെ ഒന്ന് എന്ത് ചെയ്തു? ഡിസ്പോസ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ
നേരത്തെ എഴുതിയ, അതായത് ഇവിടെ നമുക്ക് ഇതിലല്ല, ഈ ക്ലാസ്സിലല്ല, ഇത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ കുറച്ച് വേണ്ടി. നമുക്ക് ഇവിടെ വേണ്ടത് എന്തായിരിക്കും? ഇവിടെ നമുക്ക് വേണ്ടത്, നമുക്ക് ഇതിനെ ഇവിടെ കോൾ ചെയ്യണം. ആൻഡ് എവിടെ നമ്മളുടെ ഷോ ഓഫർ ഡയലോഗിലേക്ക് എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ ഇതിനെ കോൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ വന്നിട്ട് we can try something here. Try and you can catch the error. Catch E. Print. Okay. ഒന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട് എഴുതാം. ഇപ്പം നമ്മൾ UI ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഇവിടെ എന്തെങ്കിലും കാണിക്കേണ്ടി വരിക, ഇവിടെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് കാണണം? നമുക്കിവിടെ ആ ഡയലോഗ് ബോക്സ് ഇത് വരണം, അതായത് നമ്മൾ താഴത്തെ ഡയലോഗ് വരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ വന്നിട്ട് ഈ ട്രൈയില് ഫൈനൽ റിസൾട്ട് ഈക്വൽ ടു await show dialogue കോൾ ചെയ്തു. Then that is expecting a map string dynamic. Okay. Then ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? What is the review? And you need to make this thing is an async function. Async. Okay. Now await context is required. Okay, show dialogue, then await show dialogue. Okay, then ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? put a semicolon here. ഇവിടെ നമ്മൾ കോണ്ടെക്സ്റ്റ് പാസ് ചെയ്തു. കോണ്ടെക്സ്റ്റ് ഇറ്റ് ഈസ് ആക്ച്വലി കോണ്ടെക്സ്റ്റ്. ദെൻ ബിൽഡർ എന്ന് പറയുന്നത്, ബിൽഡർ ഈസ് ആക്ച്വലി നമ്മളുടെ എന്താണ് ബിൽഡ് ചെയ്യേണ്ടത്? നമ്മൾ ആഡ് ഓഫർ ഡയലോഗ് എന്ത് ചെയ്യണം? ആഡ് ഓഫർ ഡയലോഗ് ബിൽഡ് ചെയ്യണം. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഈസ് ഈ ക്ലാസ്. ഇത് ബിൽഡ് ചെയ്യണം. ഇത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ബിൽഡ് ചെയ്യും? ഈ UI ബിൽഡ് ചെയ്യും. ഓക്കെ, ലെറ്റ്സ് ക്ലിക്ക് ഹിയർ. നൗ യു ക്യാൻ സീ യുവർ ഫോം. ഓക്കെ, ഇതാണ് നമുക്ക് വേണ്ട ഫോം. ഇതിൽ പലതും ഓപ്ഷണലാണ്. ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത UI ആണ്. ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ ഇത് നല്ല ലെങ്തി ആയി പോകും. അതുകൊണ്ട് ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തത് കോപ്പി ചെയ്താണ്. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ സേവ് ദിസ്. ഇനി നമ്മളുടെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് നോക്കാം. ഇവിടെ വന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യാൻ മതി. നമ്മൾ അഡ്മിൻ ഹോം സ്ക്രീനിൽ നമുക്കിവിടെ റിസൾട്ട് ഉണ്ട് ഇവിടെ. ആൻഡ് ഇവിടെ ഞാൻ എന്ത് ചെയ്യണം? പ്രിന്റ് റിസൾട്ട്. ഓക്കെ, ആൻഡ് സേവ് ദിസ്. ആൻഡ് നൗ ക്യാൻ ഫിൽ ദിസ് തിങ് ടെസ്റ്റ് ഓഫ്. നോക്ക് ഹിയർ നമ്മൾ എമുലേറ്ററിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ആൻഡ് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ടെസ്റ്റ് ഓഫർ എന്ന് എഴുതി. ആൻഡ് ഡിസ്ക്രിപ്ഷൻ ടെസ്റ്റ് ഓഫർ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, പ്രൈസ് ഇസ് സം പ്രൈസ്. കാറ്റഗറി ഓപ്ഷണൽ ആണ്. ദെൻ ക്ലിക്ക് ഓൺ ആഡ്. നമുക്ക് എന്താ ഇവിടെ കിട്ടുക നോക്കാം. എനിത്തിങ് ഹിയർ? ഇൻപുട്ട് റിക്വസ്റ്റ്. Okay, wait a second, and let's have one more print here. Print some data. Okay, and this should be number. Okay, now you go to your data here. Okay, നമ്മൾ എൻ്റർ ചെയ്ത ഡാറ്റ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കിട്ടുന്നുണ്ട്. ഇതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഈ ഡാറ്റയാണ് നമുക്ക് ഫയർബേസിലേക്ക് എന്ത് ചെയ്യേണ്ടത്? സേവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഫയർബേസിൽ എന്ത് ചെയ്യണം? ഒരു ഓഫറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഓഫറിന് നമുക്കൊരു മോഡൽ വേണം. സോ ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ ഡോട്ട് ഫയൽ ഹിയർ ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഓഫർ. ആൻഡ് ഓഫർ മോഡൽ എന്ന് പറയുന്നത്, ആൻഡ് യു ക്യാൻ ഹാവ് എ ക്ലാസ് ഹിയർ ദാറ്റ് ഈസ് കോൾഡ് ഓഫർ. ദെൻ ഇവിടെ നമുക്ക് ഒരു ഓഫറിന്
you have an ID here, final string ID. Then ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, you can have title, description, price, created at, all these things. Okay, അവിടെ ആ ഫോമിലുള്ള സാധനങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ആഡ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, കൺസ്ട്രക്ടർ എഴുതണം. സോ ഐ റൈറ്റ് എ കൺസ്ട്രക്ടർ ഹിയർ ലൈക്ക് ദിസ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ടു ജേസണും ഫ്രം ജേസണും എഴുതണം. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാം ഓൾറെഡി എങ്ങനെയാണ് എഴുതുന്നത്. അതായത് ജസ്റ്റ് ഞാൻ ഒന്ന് എഴുതാം, മാപ്പ് സ്ട്രിങ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഡൈനാമിക്, അതായത് ഫയർബേസിലേക്ക് നമ്മൾ സേവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഡൈനാമിക് നമ്മളുടെ ഡാർട്ട് കോഡിനെ, ഡാർട്ടിലുള്ള ഈ ഒബ്ജക്റ്റിനെ എടുത്ത് എന്താക്കി മാറ്റണം, ജേസൺ ആക്കി മാറ്റണം. അതാണ് ടു ജേസൺ മെത്തേഡ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു, ടു ജേസൺ എന്ന് എഴുതി. ആൻഡ് ദിസ് ഈസ് ഗോയിങ് ടു റിട്ടേൺ ഓക്കെ ജേസൺ, put a semicolon here. And that JSON എന്ന് പറയുന്നത് ആ JSON ഇതായിരിക്കും. അതായത് ടൈറ്റിൽ എന്ന് പറയുന്നത് എവിടുന്ന് വരണം, ഇതേപോലെ. And this is the key and this is a value and this thing is coming from your dart ഒബ്ജക്റ്റുകളാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഫയർബേസിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഫാക്ടറി മെത്തേഡ് ഉപയോഗിച്ചു. ഫാക്ടറി ഓഫ് ദിസ് ഇസ് എ സ്പെഷ്യൽ കൺസ്ട്രക്ടർ, നെയിംഡ് കൺസ്ട്രക്ടർ ആണ്, ഫാക്ടറി കൺസ്ട്രക്ടർ ആണ്. Then you can have map string dynamic, map string dynamic JSON, comma, and I'm going to have an optional string document ID. Then you can have your string. And what is the issue here? Okay, and you need a return statement, and this is a return inside this thing, return an offer. അതായത് അവിടുന്ന് ഇങ്ങോട്ട് വന്ന ജേസൺ എടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഡാർട്ട് ഒബ്ജക്റ്റ് ആക്കി മാറ്റണം. ഇതാണ് APIs എന്ന് പറയുന്നത്. ദിസ് ഇസ് ആക്ച്വലി ഫയർബേസിൽ നിന്ന് വരുന്ന ഡാറ്റയെ നമ്മൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ഞാൻ അതൊക്കെ ഒന്ന് കളയുന്നുണ്ട്. ഇവിടെ കളഞ്ഞിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോവാം, ഇവിടെ എല്ലാതും എന്താണ് ഇവിടെ കണ്ടില്ലേ, പാരാമീറ്റർ ID is required. ഇവിടെ നമ്മൾ റിക്വയർഡ് എഴുതിയിട്ടുണ്ട്. സോ ID എന്ന് പറയുന്നത് ദിസ് ഇസ് ആക്ച്വലി ദാറ്റ് ഡോക്യുമെന്റ് ID ആണ്. ദെൻ ഇനിയുള്ളത് ടൈറ്റിൽ എന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷൻ, പ്രൈസ് ആൻഡ് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഫോമിലുണ്ട്, അങ്ങോട്ട് സേവ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി വാട്ട് അബൌട്ട് ക്രിയേറ്റഡ് അറ്റ്? ക്രിയേറ്റഡ് അറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യണം, ഡേറ്റ് ടൈം വെച്ച് പാഴ്സ് ചെയ്ത് കാണിക്കണം. അപ്പോൾ അതിന് ഞാനിവിടെ ഒരു കോഡ് എഴുതി, പക്ഷെ ഇവിടെ നമുക്ക് എറേഴ്സ് ഉണ്ടായിരിക്കും. അതായത് ഇവിടെ ടൈം സ്റ്റാമ്പിൻ്റെ അവിടെ എറർ ഉണ്ടല്ലോ. ആൻഡ് ഇതെന്തായിരിക്കും, ഫയർബേസിലെ ടൈപ്പാണ് എന്ത്, ടൈം സ്റ്റാമ്പ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ഇമ്പോർട്ട് ചെയ്യണം, ക്ലൗഡ് ഫയർ സ്റ്റോറിനെ ഇമ്പോർട്ട് ചെയ്തു. ഇനി ഈസ് ആക്റ്റീവ് ഉണ്ട്, കാറ്റഗറി ഉണ്ട്, ഇമേജ് URL, ദാറ്റ് ഡയറക്ട്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം ലൈക്ക് ദിസ്. ഓക്കെ, നൗ യുവർ മോഡൽ ഇസ് കംപ്ലീറ്റ് ആൻഡ് ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ആൻഡ് നമ്മൾ കുറേ നിങ്ങൾ തന്നെ കുറേ എഴുതിയതായിരിക്കും ഈ മോഡൽസ് ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് ഇനി നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ ഉണ്ട്, API ഹാൻഡ്ലിംഗ്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ മോഡൽ എഴുതുന്നത് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഓക്കെ, ഇനി നമ്മളെ അഡ്മിൻ സ്ക്രീനിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. ഇവിടെ നമുക്ക് അഡ്മിൻ സ്ക്രീനിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ എഴുതി നിർത്തിയത് ഇവിടെയാണ്. ഇവിടെ നമ്മൾ ട്രൈ ചെയ്തു, നമുക്ക് റിസൾട്ട് കിട്ടി. ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ദിസ് പ്രിന്റ് അഗെയിൻ. നമുക്ക് ആ പ്രിന്റ് ഇവിടെ ആവശ്യമില്ല. ഇനി നമുക്ക് വേണ്ടത്, നമ്മൾ പറയുന്നത് ഇവിടെ എഴുതുകയാണ്, ഇഫ് റിസൾട്ട് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു നൾ ആണെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ഈ സാധനത്തെ ഒക്കെ എന്താക്കി മാറ്റണം, ഓഫർ ആക്കി മാറ്റണം. ഫൈനൽ ഓഫർ ഈക്വൽ ടു ഓഫർ എന്ന് എഴുതി. ഓക്കെ, ഇനി നമ്മളിവിടെ എന്ത് ചെയ്യണം, യു നീഡ് ടു ഹാവ് ഓൾ ദീസ് തിങ്സ്. നമ്മൾ ഈ വാല്യൂ ഒക്കെ എന്ത് ചെയ്യണം, ഇവിടെ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് കളയുന്നുണ്ട്. കളഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ നമുക്കറിയാം നമ്മളുടെ റിസൾട്ട് ഒരു മാപ്പാണ്. ആ റിസൾട്ടിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വാല്യൂസ് ഒക്കെ എടുക്കാം. ഇവിടെ ഇതിൽ റിക്വയർഡ് പാരാമീറ്റർ ഉണ്ട് ID, അതുകൊണ്ടാണ് ഇവിടെ എറർ കിടക്കുന്നത്. ലെറ്റ് മീ കോപ്പി ദാറ്റ് ID ഹിയർ ആൻഡ് ഐ നീഡ് all these things are required. Offer, okay, everything is required actually. Okay, അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ID പാസ് ചെയ്തു. ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ടൈം എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് നമ്മളുടെ
result എന്നുള്ള മാപ്പിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാം. Okay, these are the values and this thing is coming from result. Result is actually a map string. മാപ്പ് എന്നൊരു വാല്യൂ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, മാപ്പിന്റെ പേര് എന്നിട്ട് കീ പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, യു വിൽ ഗെറ്റ് ദാറ്റ് വാല്യൂ. ഐ തിങ്ക് ദാറ്റ് ഈസ് വെരി സ്ട്രൈറ്റ് ഫോർവേഡ്. ഓക്കെ, ആൻഡ് ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, ഇതിനെ ഓഫർ സേവ് ചെയ്യണം, എങ്ങോട്ട്, ഫയർബേസിലേക്ക് സേവ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ആക്ച്വലി വി നീഡ് ടു, ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, സേവ് ടു db then നോട്ടിഫൈ ചെയ്യണം. ഓക്കെ, ഇതാണ് നമുക്ക് വേണ്ടത്, ഇത് നമുക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ വന്നിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്തായിരിക്കും, നമുക്ക് DBയിലേക്ക് സേവ് ചെയ്യാം. അപ്പോൾ നമ്മൾ സർവീസ് ക്ലാസ്സിൽ വന്നിട്ട് നമ്മളൊരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. ആ ഫയലിൻ്റെ പേര് ഫസ്റ്റ് നമുക്ക് എന്ത് വേണം, യു നീഡ് DB സർവീസ്, ഡാറ്റാബേസ് സർവീസ് വേണം. ആൻഡ് ബിഫോർ ദാറ്റ് ഐ തിങ്ക് വി നീഡ് ടു ഓതൻറ്റിക്കേറ്റ്, നമുക്ക് എന്ത് ചെയ്യണം, യൂസറെ ഓതൻറ്റിക്കേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം എന്ത് ചെയ്യാം, ഓത്ത് സർവീസ് ചെയ്യാം. ബിക്കോസ് നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട്, അതായത് ഇവിടെ നമ്മൾ ഫയർബേസ് നമ്മൾ എഴുതിയല്ലോ, നമ്മൾ എന്താ എഴുതിയത്, ഓതൻറ്റിക്കേറ്റഡ് യൂസർക്ക് മാത്രമേ റൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എഴുതി. അപ്പോൾ നമ്മൾ ഈ അഡ്മിനെ എന്ത് ചെയ്യണം, ഓതൻറ്റിക്കേറ്റ് ചെയ്യണം. അപ്പോൾ അതിനാണ് അനോണിമസ് ഓതൻറ്റിക്കേഷൻ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് വി ഹാവ് ടു ക്രിയേറ്റ് എ ന്യൂ ഡോട്ട് ഫയൽ ദാറ്റ് ഈസ് കോൾഡ് auth service. Okay, and you can have a class here, class auth service. Okay, and you can have final firebase auth underscore auth equal to firebase auth dot instance, firebase auth dot instance. Okay, now you can have a check here, already sign in ആണോ നോക്കാം. അപ്പോൾ ഈ സൈൻ ഇൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് എഴുതി, ഈസ് signed in. Okay, then if is signed in, return underscore auth dot current user not equal to null. Okay, then after this thing you can have a future for sign in, future, and that is a void. Then ഇവിടെ നമ്മളൊരു മെത്തേഡ് എഴുതുന്നുണ്ട്, sign in anonymously. Okay, that is an async method. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ട്രൈ ചെയ്യാം. എന്താണ് ട്രൈ ചെയ്യേണ്ടത്, await underscore auth dot sign in anonymously, ബിക്കോസ് ഇതാണ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ക്യാച്ച് ചെയ്യണം, ക്യാച്ച് ഈ എറർ. In case an error, you have to use, you can have rethrow. Okay, or if you want something to print on your console, you can have print like this, error signing in anonymously. Okay, now you can write more methods here for sign out, and sign out simple ആണ്. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു മെത്തേഡ് എഴുതാം. ഇവിടെ ഇതേപോലെ ഞാൻ എഴുതി, and this thing sign out and auth dot sign out, this thing. Okay, and you can have error sign out. Okay, then if you want to get, and maybe we want to get the current user ID, so you can have a string here, string get current user ID, and you know how to get the current user ID. You can simply return underscore auth dot current user dot uid, and this is a current user ID, and this is nullable, so you can put a question mark here, and this thing is also nullable. Okay, and this is the auth service. Okay, now your auth service is complete. Now you can write the database service and come to the service folder. You can create a new dot file called database underscore service,
and this is also a simple class called database service. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫയർ സ്റ്റോറിലേക്ക് സേവ് ചെയ്യുന്നത് അങ്ങനത്തെ കാര്യമൊക്കെ നമ്മൾ ഇവിടെയാണ് ചെയ്യുന്നത്. നോട്ടിഫിക്കേഷൻ സർവീസ് വേറെ ഉണ്ട്, അത് നമ്മൾ ചെയ്യാൻ പോകുന്നുള്ളൂ. ഓക്കെ, ഇത് നമ്മൾ ഫയർബേസ് സർവീസ് ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഓഫർ ഇങ്ങോട്ട് ആക്റ്റീവ് ഓഫേഴ്സ് കിട്ടുന്നത്, ആൻഡ് ഇവിടെ നമ്മൾ ആക്ച്വലി എഴുതേണ്ടത് ഗെറ്റ് ആക്റ്റീവ് ഓഫേഴ്സ്, ദെൻ നമ്മൾ എന്ത് ചെയ്യണം, സേവ് ഓഫർ. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങൾ. ദെൻ ഇനി നമുക്ക് എഴുതാവുന്നത് you can send notification, and you can write send notification here, send notification. ഓക്കെ, ദെൻ നോട്ടിഫിക്കേഷൻ സർവീസിൽ എഴുതാം, പക്ഷേ ഇവിടെ ഡയറക്റ്റ് വേണമെങ്കിൽ ഇവിടെ എഴുതാം. പിന്നെ നമുക്ക് ഇതിനകത്ത് അപ്ഡേറ്റ് ഓഫർ ഒക്കെ എഴുതാം, അപ്ഡേറ്റ് ഓഫർ, ഡിലീറ്റ് ഓഫർ. ഓക്കെ, ഓൾ ദീസ് മെത്തേഡ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിങ്ങൾക്ക് എഴുതാം. ആൻഡ് ഓഫറിന്റെ സ്റ്റാറ്റസ് വേണമെങ്കിൽ ടോഗിൾ ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മളൊരു ഓഫർ ഇട്ടിട്ടുണ്ട്, ആ ഓഫർ നിങ്ങൾക്ക് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. ഓഫർ സ്റ്റാറ്റസ് ടോഗിൾ ചെയ്യാൻ പറ്റും. എല്ലാം നമ്മൾ ചെയ്യാൻ പോകുന്നില്ല, ബിക്കോസ് എല്ലാം കൂടി ചെയ്തത് മേ ബി ഒരു വലിയ പ്രൊജക്റ്റ് ആയി മാറും. അപ്പോൾ നമുക്ക് ഒരുപാട് ലെങ്തി വീഡിയോ ആയി മാറും. പക്ഷെ നമ്മളുടെ ഇമ്പോർട്ടൻസ് ഇതാണ്, നമ്മളുടെ പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത്, നോട്ടിഫിക്കേഷൻ സെൻഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്തായിരിക്കണം, നമുക്ക് വേണ്ടത് ഒരു ഓഫർ എന്ത് ചെയ്യണം, ഫയർബേസിലേക്ക് സേവ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും, നമുക്ക് വേണ്ടത് ഇത് എഴുതാം. ആദ്യം നമുക്ക് ഗെറ്റ് സേവ് ചെയ്യാനുള്ള കോഡ് എഴുതാം ഇവിടെ. അപ്പോൾ ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്യണം, ഫയർ സ്റ്റോർ ഇനീഷ്യലൈസ് ചെയ്യണം ഇവിടെ. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഫൈനൽ ഫയർബേസ് ഫയർ സ്റ്റോർ underscore firestore equal to firebase firestore dot instance. ഓക്കെ, ഇത് ചെയ്തില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ എവറി ടൈം നമ്മൾ എന്ത് ചെയ്യണം, ഫയർബേസ് ഫയർസ്റ്റോർ ഡോട്ട് ഇൻസ്റ്റൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്ത് ഇതിങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഓത്ത് സർവീസ് വേണം, ഫൈനൽ ഓത്ത് സർവീസ്, നേരത്തെ ക്രിയേറ്റ് ചെയ്ത ക്ലാസിന്റെ ഒരു ഇൻസ്റ്റൻസ്, ഓത്ത് സർവീസ് ഈക്വൽ ടു ഓത്ത് സർവീസ്. ഓക്കെ, നൗ യു ക്യാൻ റൈറ്റ് മെത്തേഡ് ഹിയർ, ആൻഡ് ഐ എം ഗോയിങ് ടു ഹാവ് എ സ്ട്രീം ഹിയർ. ആൻഡ് സ്ട്രീം എന്തായിരിക്കും, ലിസ്റ്റ് ഓഫ് ഓഫർ ആണ് നമുക്ക് സ്ട്രീം ചെയ്ത് വരുന്നത്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഗെറ്റ് ആക്റ്റീവ് ഓഫേഴ്സ്, ആൻഡ് ഇത് നമുക്ക് എന്ത് ചെയ്യണം, ആൻഡ് ഓഫറൊക്കെ ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം. You need to import this offer model, and this is going to return underscore firestore dot collection. കളക്ഷന്റെ പേര് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കളക്ടർ ഇതാണ്, ഓഫേഴ്സ് എന്നുള്ള കളക്ഷൻ ആണ്. ദെൻ ഇനി നമുക്ക് വേണ്ടത് വേർ എന്തായിരിക്കണം, ഈസ് ആക്റ്റീവ്. നമ്മുടെ സ്റ്റാറ്റസ് ഈസ് ആക്റ്റീവ് എന്ന് പറയുന്നത് ആക്റ്റീവ് ഈസ് ഈക്വൽ ടു ട്രൂ ആയിരിക്കണം. ഓക്കെ, ഡോട്ട് ഇനി വേണ്ടത് ഓർഡർ ബൈ, ആൻഡ് യു ക്യാൻ ഹാവ് ഓർഡർ ബൈ ഏത് ഫീൽഡ് വെച്ച് ഓർഡർ ചെയ്യണം, അതായത് നമുക്ക് ക്രിയേറ്റഡ് അറ്റ് എന്ന് പറയുന്ന ഫീൽഡ് വെച്ച് ഓർഡർ ചെയ്യണം. ആൻഡ് ഡിസെൻഡിങ് എന്ന് പറയുന്നത് ദിസ് ഈസ് ട്രൂ. ദെൻ ഇനി നമുക്ക് വേണ്ടത് സ്നാപ്ഷോട്ട്സ് ആണ്. ഓക്കെ, ആൻഡ് ഈ സ്നാപ്ഷോട്ട് എടുത്തിട്ട് എന്ത് ചെയ്യണം, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാപ്പാക്കി മാറ്റി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അതിലെ ഓരോ സ്നാപ്ഷോട്ട് കൊടുക്കണം. സ്നാപ്ഷോട്ട് ഇതൊരു കുറേ ഡോക്യുമെന്റ്സ് ഉണ്ടായിരിക്കും ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മളതിൽ ഓരോ സ്നാപ്ഷോട്ടും എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളുടെ മോഡലിനകത്തുള്ള ഇതിലെ ഓരോ ഡോക്യുമെന്റ് എടുക്കണം. സ്നാപ്ഷോട്ടിലെ ഒരു ഡോക്യുമെന്റ് എടുത്തു, എന്നിട്ട് എന്ത് ചെയ്യാൻ പോവാണ്, എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും, ഡോട്ട് എഗെയിൻ ഒരു മാപ്പ് കോൾ ചെയ്തു, എന്നിട്ട് നമ്മൾ അതിലെ ടോക്കനെ കോൾ ചെയ്തു, എന്നിട്ട് നമ്മൾ ആരെ വിളിക്കും, നമ്മളുടെ ഓഫറിനകത്തുള്ള ഫ്രം ജേസനെ വിളിക്കും, ഓഫർ ഡോട്ട് ഫ്രം ജേസൺ. അതിലേക്ക് നമ്മൾ പാസ് ചെയ്യാൻ പോകുന്നത്, ഇവിടെ നമ്മൾ പാസ് ചെയ്യാൻ പോകുന്നത് ഡോക്ക് ഡോട്ട് ഡാറ്റ പാസ് ചെയ്തു. ഡോക്യുമെന്റ് ഐ ഡി എന്ന് പറയുന്നത് ഡോക്ക് ഡോട്ട് ഐ ഡി ആണ്. ഓക്കെ, എന്നിട്ട് അവസാനം ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, വി ഹാവ് ടു മേക്ക് ദിസ് ടു എ ലിസ്റ്റ് ടു ലിസ്റ്റ്. ഓക്കെ, ആൻഡ് ഐ തിങ്ക് ഐ ഹാവ് എ മിസ്റ്റേക്ക് ഹിയർ. ഓക്കെ, വാട്ട് ഈസ് എ മിസ്റ്റേക്ക് ഹിയർ? ആൻഡ് ഇവിടെ ഒന്നുകൂടി നോക്കാം. ഫൈനൽ സ്നാപ്ഷോട്ട് ഡോട്ട് ഡോക്സ്. ഓക്കെ, ഡോക്സ് എടുത്തു. ദെൻ ആ ഡോക്സിനെ ഒന്നുകൂടി മാപ്പാക്കി, എന്നിട്ട് ഓഫർ
എന്ന് കൊടുത്തു. ഓഫർ ഫ്രം ജേസൺ എടുത്തു. And this is actually doc.data comma document.id. Then I think we have an extra bracket here. Where is it coming from? Dot to list. Okay, and an extra bracket ഉണ്ടായിരുന്നു. ഓക്കെ, ഇല്ല, ഇവിടെ കറക്റ്റാണ്. ഓക്കെ, നൗ ഇറ്റ് ഈസ് ഓക്കെ. ഇതാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എന്ത് കിട്ടും? നമുക്ക് റിട്ടേൺ ചെയ്യും. എന്തായിരിക്കും റിട്ടേൺ ചെയ്യുക? ഈ ഒരു ലിസ്റ്റ് ഓഫ് ഓഫർ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. ഇതാണ് നമ്മുടെ എന്തിനുള്ള മെത്തേഡ്, ഗെറ്റ് ആക്റ്റീവ് ഓഫേഴ്സ്. ഇനി നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? സേവ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഫ്യൂച്ചർ കോൾ ചെയ്തു. ഇങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇങ്ങോട്ട് നമ്മൾ സേവ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഓഫറാണ്. ഓരോ ഓഫറാണ് സേവ് ചെയ്യുന്നത്, ലിസ്റ്റ് ഒന്നുമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സേവ് ഓഫർ എന്ന് പറയുന്ന ഒരു മെത്തേഡ് എഴുതി. ദാറ്റ് ഈസ് ആൻ അസിൻക്രോണസ് മെത്തേഡ്. സോ യു ക്യാൻ ഹാവ് ദാറ്റ് മെത്തേഡ് ഹിയർ. ഇവിടെ നമ്മൾ ആ മെത്തേഡ് എഴുതാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സേവ് ഓഫർ ചെയ്യണം. സേവ് ഓഫർ ചെയ്യാൻ വേണ്ടി നമുക്കറിയാം, നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം ഈ ആൾ സൈൻ ഇൻ ആണോ നോക്കണം. ബിക്കോസ് നമ്മൾ റൂൾ എഴുതി വെച്ചിട്ടുണ്ട്, സൈൻ ചെയ്ത ആൾക്ക് മാത്രമേ ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം? ഇഫ് അണ്ടർസ്കോർ നോട്ട് ഈക്വൽ ടു auth service ഡോട്ട് ഈസ് സൈൻഡ് ഇൻ, അങ്ങനെയാണെങ്കിൽ await എന്ത് ചെയ്യണം? auth service ഡോട്ട് സൈൻ ഇൻ anonymously. ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? ചെയ്യണം. Then after this you can try, okay, and final doc reference equal to await Firebase we only have Firestore. Firestore dot collection, and collection the പേര് offers. Okay, dot ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഡോട്ട് ആഡ്. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആഡ് എക്സ്പെക്ട് ചെയ്യുന്ന എന്താണ്? നമുക്കറിയാം, ഒരു മാപ്പ് ആണെന്നറിയാം. ഓക്കെ, ഡോക്യുമെന്റ് കിടക്കുന്നത് ഒരു കളക്ഷനകത്ത് ഡോക്യുമെന്റ് കീ വാല്യൂ പെയർ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ ഹാവ് ഡോട്ട് ഓപ്പറേറ്റർ, ആൻഡ് ദാറ്റ് ഈസ് ഓഫർ. വാട്ട് ഈസ് ഓഫർ? ഓഫർ ഡോട്ട്, you need to pass this thing, offer, and this is offer dot to JSON. And I think we have something like this, triple dot offer dot to JSON. Okay, and comma, you need something called created at, because that isn't coming from this offer. And where is that? Admin is, there is no, and there is a created at. Okay, and there is an is active. Okay, so let's create something here, created at, and field value dot server timestamp. Then you can have created by, and that is underscore auth service dot get user ID. Okay, and this is try, and you can catch some errors. No, we haven't finished it. And final new doc equal to await doc reference dot get. Okay, then we have to convert that to, because after this line we are actually getting map. നമ്മൾ ക്രിയേറ്റ് ചെയ്ത അത് എക്സാക്ട്ലി ആ പുതിയ ഡോക്യുമെന്റ് നമുക്ക് എന്ത് ചെയ്യണം? മാപ്പ് കിട്ടി. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഡാട്ടിലേക്ക് മാറ്റണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിവിടെ എന്ത് ചെയ്യണം? ഫൈനൽ saved offer equal to call your offer from JSON. Then the JSON is actually new doc dot
data. Okay, then the document ID is actually that document ID, new doc.id, new, and it is actually new doc.id. Okay, put a semicolon, and this will ensure that, and we just converted to what, dark object, and after this you can return saved offer. Okay, because we need to build that card here, offer card. I save the card ഒക്കെ നമുക്ക് ഇവിടെ കാണണം, ഓഫർ ഒക്കെ നമുക്ക് കാണണം. അതിന് വേണ്ടിയാണ് ഇത് റിട്ടേൺ ചെയ്ത് കിട്ടുന്നത്. ഇതിന് ഇടയ്ക്ക് ഒരു കാര്യം എഴുതാറുണ്ട്, സെൻഡ് നോട്ടിഫിക്കേഷൻ. Okay, and we have to catch the error here, and that is actually, if you want to print that error, you can print it, or you can rethrow. Put a semicolon, and for debugging purpose you can print that error e, and that is actually e. Okay, put a semicolon here. Then ഇനി നമുക്ക് എന്ത് ചെയ്യണം, നോട്ടിഫിക്കേഷൻ സെൻഡ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളുടെ വൺ സിഗ്നൽ എന്ന് പറയുന്ന സർവീസാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മളിവിടെ ഫയർബേസ് അക്കൗണ്ട് ഉണ്ടാക്കിയ ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടല്ലോ, ആ ഇമെയിൽ ഐ ഡിയിൽ ഞാൻ പുതിയൊരു OneSignal account start here. Then you can type here OneSignal. Okay, then you can have this page. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം ആൻഡ് ലോഗിൻ ചെയ്യാം. You can sign up with Google, and this is a email ID. Straightforward ആണ്, just click here, continue ചെയ്യുക, then നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. And I'm going to have a free account. There are a lot of accounts. ആൻഡ് പല പ്ലാൻ ഉണ്ട് ഇവിടെ. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് 0 per monthൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ ഹാവ് അൺലിമിറ്റഡ് മൊബൈൽ പുഷ് സെൻഡ്സ് ഒക്കെ ഇവിടെ ചെയ്യാം. ഓക്കെ, ദെൻ ഗെറ്റ് സ്റ്റാർട്ടഡ് നൗ. Then what is the first name? I'm going to fill this as my first name, and I'm a developer. Then we primarily want to OneSignal for send okay, anything എന്തെങ്കിലുമൊക്കെ സെലക്ട് ചെയ്യുക and push notifications, and this is my phone number, continue. Okay, and create your organization name, company or organization name, and you can have I'm going to give my company as Flutterfly. Then your website is actually okay, or you can click I don't have a website. നമ്മൾ ഏത് ഇൻഡസ്ട്രിയിലാണെന്ന് ചോദിക്കുന്നുണ്ട്, നമ്മളിവിടെ വന്നിട്ട് ആൻഡ് ടെക്നോളജിയാണ്, കമ്പനി സൈസ് കൊടുത്തു, ദെൻ കണ്ടിന്യൂ. ഓക്കെ, നൗ നെയിം ഓഫ് യുവർ ആപ്പ്. നൗ യു ക്യാൻ ക്രിയേറ്റ് യുവർ ഫസ്റ്റ് ആപ്പ്. അതായത് ഇവിടെ ഞാൻ കൊടുക്കുന്നത്, ഞാനിവിടെ ജസ്റ്റ് എന്ത് ചെയ്തു, ഫ്ലട്ടർഫ്ലൈ ആപ്പ് എന്ന് കൊടുത്തു, ക്രിയേറ്റ്. ഓക്കെ, ആൻഡ് ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ OneSignal ഡാഷ്ബോർഡിലേക്ക് വരും. ആൻഡ് ഇവിടെ നമ്മൾ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു 7 steps ഒക്കെ ഉണ്ട്. ആൻഡ് സെറ്റപ്പ് മെസ്സേജിങ് ചാനൽ എന്നൊക്കെ വേണ്ട, കംപ്ലീറ്റ് ലേറ്റർ എന്ന് കൊടുക്കുക. ദെൻ ഇനി നമുക്ക് വേണ്ടത്, നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മളിവിടെ ഡാഷ്ബോർഡിൽ വന്നു കഴിഞ്ഞാൽ സെറ്റിങ്സിൽ പോയാൽ നമുക്ക് കീസ് ആൻഡ് IDs കാണാം. നമുക്ക് OneSignalൽ എന്ത് വേണം, നമ്മുടെ ആപ്പ് ID വേണം, നമ്മളുടെ API കീ വേണം, ഇങ്ങനത്തെ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഓൾറെഡി ഇവിടെ ഉണ്ടായിരിക്കും ആൻഡ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമ്മളിനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്ത് വേണം, ആൻഡ് വി നീഡ് ദാറ്റ് സർവീസ്. അതായത് നമ്മൾ നോട്ടിഫിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യണം, ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, അതിന് വേണ്ടി ആൻഡ് വി ആർ ഗോയിങ് ടു ഹാവ് സം നോട്ടിഫിക്കേഷൻ സർവീസ്. ഞാനൊരു അഡ്മിൻ നോട്ടിഫിക്കേഷൻ സർവീസ് എഴുതാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മൾ ഈ വീഡിയോയുടെ കോർ പാർട്ട് ഇതാണ്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരുന്നു. ഇവിടെ വന്ന് എന്ത് ചെയ്യാണ്, അഡ്മിൻ അണ്ടർസ്കോർ നോട്ടിഫിക്കേഷൻ അണ്ടർസ്കോർ സർവീസ്. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ ക്ലാസ് കോൾഡ് അഡ്മിൻ നോട്ടിഫിക്കേഷൻ സർവീസ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ആദ്യം നമുക്ക് വേണ്ടത് നമ്മളുടെ ആപ്പ് ID. സോ ഐ എം ഗോയിങ് ടു ഹാവ് സ്റ്റാറ്റിക് കോൺസ്റ്റ് സ്ട്രിംഗ്, ആൻഡ് ദിസ് തിങ് ഇസ് one_signal_app_ID. that is equal to, you can put your ID here. നിങ്ങൾ ID ഇവിടെ ഇടാം. ഇനി നമുക്ക് വേണ്ടത്, ഐ എം ഗോയിങ് ടു ഹാവ് എ ഫ്യൂച്ചർ ഹിയർ, ഫ്യൂച്ചർ
void initialize എന്ന് പറയുന്ന മെത്തേഡ് ഇതാണ്, initialize. Okay, and that is an asynchronous method. Async ആണ്, async. Okay, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, we need to initialize our OneSignal. So OneSignal and ഇവിടെ നമ്മൾ പാക്കേജ് ഇമ്പോർട്ട് ആയിട്ടുണ്ടാവും. ബിക്കോസ് നമ്മൾ PubSpecൽ എന്ത് ചെയ്തിട്ടുണ്ട്, പാക്കേജ് ആഡ് ചെയ്തിട്ടുണ്ട്. OneSignal dot initialize എന്ന് പറയുന്ന മെത്തേഡിനെ കോൾ ചെയ്യാം. You can pass your OneSignal app ID and that is OneSignal app ID. Okay, then ഇനി നിങ്ങൾക്ക് ഇവിടെ വേറെ കുറച്ച് അഡീഷണൽ ഡാറ്റ ഒക്കെ ഇവിടെ അതായത് നിങ്ങൾക്ക് വെബ് ബ്രൗസ് ലോഗിൻ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതായത് ലോഗിങ്, അതായത് നിങ്ങൾക്ക് ഇതിൻ്റെ ലോഗ് കിട്ടണമെങ്കിൽ യു ക്യാൻ ഹാവ് യൂസ് ദിസ് തിങ്. OneSignalനകത്ത് നിങ്ങൾക്ക് ലോഗ് ഡാറ്റ നിങ്ങൾക്ക് എടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അവൈറ്റ് OneSignal dot notifications. Okay, dot request permission. അതായത് നമുക്ക് പെർമിഷൻ വേണമല്ലോ, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ആസ്ക്. ഓക്കെ, ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇനി നമ്മൾ വി നീഡ് ടു ഹാവ് സം ഹാൻഡ്ലേഴ്സ്. ആൻഡ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, സെറ്റപ്പ് ഹാൻഡ്ലേഴ്സ് സെറ്റപ്പ് ചെയ്യണം. ഇതൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, ഇനി നമുക്ക് ക്യാച്ച് എറേഴ്സ് ഉണ്ട്, ക്യാച്ച് ദാറ്റ് ഈ എറർ ക്യാച്ച് ചെയ്യണം. ദെൻ യു ക്യാൻ ഹാവ്, ഇഫ് യു വാണ്ട് ടു പ്രിന്റ്, യു ക്യാൻ പ്രിന്റ് ദ എറർ. എറർ initializing, ഇത് initialize മെത്തേഡ് ആണല്ലോ, എറർ initializing what, OneSignal. Okay, and if you want you can print that $e, no, that's $e. Okay, then you can rethrow. Okay, then that is okay. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആ ഹാൻഡ്ലേഴ്സ് നമുക്കൊന്ന് സെറ്റപ്പ് ചെയ്യാം. ഹാൻഡ്ലേഴ്സ് എന്ന് പറയുന്നത് ഫോർഗ്രൗണ്ട് മെസ്സേജസ് ഉണ്ടായിരിക്കും, ബാക്ക്ഗ്രൗണ്ട് മെസ്സേജസ് ഉണ്ടായിരിക്കും, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ഹാൻഡ്ലേഴ്സ് എന്ന് പറയുന്നത് നമുക്കിവിടെ എന്ത് വേണം, സെറ്റപ്പ് ഹാൻഡ്ലേഴ്സ് എന്ന് പറയുന്ന മെത്തേഡ് ഞാൻ എഴുതുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ സെറ്റപ്പ് ഹാൻഡ്ലേഴ്സിനകത്ത് സെറ്റപ്പ് ഹാൻഡ്ലേഴ്സ് ഈസ് ആക്ച്വലി നമുക്ക് വേണ്ടത് ഒരു വോയിഡ് മെത്തേഡാണ്, അണ്ടർസ്കോർ സെറ്റപ്പ് ഹാൻഡ്ലേഴ്സ്. ഓക്കെ, ഫോർഗ്രൗണ്ടിൽ, അതായത് നമുക്ക് ഫോർഗ്രൗണ്ടിൽ മെസ്സേജ് വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം, അതായത് ഫോർഗ്രൗണ്ട്, ദിസ് ഇസ് ഫോർ ഫോർഗ്രൗണ്ട്. ആൻഡ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ എന്തായിരിക്കും, OneSignalനെ കോൾ ചെയ്തു, OneSignal ഡോട്ട് നോട്ടിഫിക്കേഷൻസ് ഡോട്ട് ആഡ് ഫോർഗ്രൗണ്ട് വിൽ ഡിസ്പ്ലേ ലിസണർ ആഡ് ചെയ്തു. ആൻഡ് ലിസണർ എന്ന് പറയുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യണം, വി നീഡ് ടു കോൾ event. Then okay, ഇവിടെ ജസ്റ്റ് നമുക്ക് പ്രിന്റ് ചെയ്യാം, പ്രിന്റ് ന്യൂ നോട്ടിഫിക്കേഷൻ received എന്ന് എഴുതി. Then after that we have to call event dot prevent default. ഓക്കെ, ദെൻ ഇനി നമുക്ക് വേണ്ട എന്തായിരിക്കും, ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താൽ, സത്യത്തിൽ അഡ്മിനിൽ നമ്മൾ റിസീവ് ചെയ്യുന്നില്ല മെസ്സേജ്, നമ്മൾ യൂസറിലാണ്. പക്ഷെ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് OneSignal dot not and you come inside this thing, OneSignal dot notifications dot add click listener. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഈവൻറ്റ് ഓക്കെ, ദെൻ നമ്മളിവിടെ നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു അതിൽ ക്ലിക്ക് ചെയ്താൽ ഒരു മെസ്സേജ് കാണിക്കണേ, അത് കാണിക്കാം. ഇനി നമുക്ക് ഇവിടെ അഡീഷണലി നിങ്ങൾക്ക് എഴുതാം, ഇഫ് യു ക്യാൻ റൈറ്റ് ഈവൻറ്റ് ഡോട്ട് നോട്ടിഫിക്കേഷൻ dot additional data not equal to null. അങ്ങനെയാണെങ്കിൽ final data equal to event
event dot notification dot additional data. Okay, then if data dot contains key offer id offer underscore id അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? contains key, what is error here, and print offer IDs dollar data contains key. You have a bracket here. I think you have a bracket here. What happened? Okay, and put a semicolon. What happened here? ഇവിടെ okay. Expected to find a semicolon. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്തായിരിക്കും? ഇനി നമ്മളിവിടെ സെറ്റപ്പ് ഹാൻഡ്ലേഴ്സ് ചെയ്തു. ദെൻ ഗെറ്റ് സബ്സ്ക്രിപ്ഷൻ സ്റ്റാറ്റസ് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് ഡാഷ്ബോർഡിൽ, അതായത് OneSignal ഡാഷ്ബോർഡിൽ നമുക്ക് ഈ സബ്സ്ക്രിപ്ഷൻ സ്റ്റാറ്റസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതായത് എത്ര ആര് സബ്സ്ക്രൈബ് ചെയ്തു അങ്ങനത്തെ കാര്യത്തിൽ. അപ്പോൾ യു ക്യാൻ ഹാവ് സംതിങ് കോൾഡ്, ഈ ഫംഗ്ഷൻ്റെ പുറത്തിറങ്ങണം, സെറ്റപ്പ് ഹാൻഡ്ലേഴ്സിൻ്റെ പുറത്തിറങ്ങിയിട്ട് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഫ്യൂച്ചർ വോയിഡ് is subscribed. Okay, that is an async method. You can have a try, and let me copy that from my previously done project. Okay, and you push subscription. What is it over here? Future, and this is not void, this is pool actually. Okay, and final push subscription equal to OneSignal dot user dot push subscription. Then return ഈ സബ്സ്ക്രൈബ്ഡ് ആണോ നോക്കി. ബിക്കോസ് നമ്മൾ ഇതിനകത്ത് ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യും ഇയാൾ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് എന്ത് ചെയ്യുള്ളൂ? നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. അപ്പോൾ അത് നമ്മൾ മെയിൻ മെത്തേഡിൽ കൊണ്ട് എഴുതാൻ പോകും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഗെറ്റ് പുഷ് ടോക്കൺ കിട്ടണം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പുഷ് ടോക്കൺ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇതേപോലെ നമ്മൾ വേറൊരു മെത്തേഡ് എഴുതണം. ആൻഡ് ദാറ്റ് ഈസ് ആക്ച്വലി ദിസ് തിങ്, ഗെറ്റ് പുഷ് ടോക്കൺ. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യും? പുഷ് സബ്സ്ക്രിപ്ഷനകത്ത് നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുഷ് ടോക്കൺ നിങ്ങൾക്ക് കിട്ടും. ദെൻ എക്സ്റ്റേണൽ യൂസർ ഐ ഡി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് കിട്ടാം. അതായത് അതും നിങ്ങൾക്ക് ഇതേപോലെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം ലൈക്ക് ദിസ്. ആൻഡ് ദർ ആർ ടൺസ് ഓഫ് മെത്തേഡ്സ് ഹിയർ. ദെൻ ടാഗ് ഫോർ സെഗ്മെന്റേഷൻ, അതായത് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് സെഗ്മെന്റ്സിൽ ഞാൻ കാണിച്ചു തരാം. ഡിഫറെൻറ്റ് സെഗ്മെന്റ്സിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ യു ക്യാൻ ഹാവ് ടാഗ്സ്, അതായത് ഇതൊക്കെ ഡാഷ്ബോർഡ് ആഡ് ഡാഷ്ബോർഡിലേക്ക് ടാഗ് ആഡ് ചെയ്യാം. ദെൻ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ടാഗ് റിമൂവ് ചെയ്യാം. ഓക്കെ, ആൻഡ് യു ഹാവ് മെത്തേഡ്സ് ഫോർ റിമൂവിങ് ടാഗ്, റിമൂവ് ടാഗ്സ്. ദെൻ ഇനി നമുക്ക് തിരിച്ചിങ്ങോട്ട് അവിടെയുള്ള ടാഗുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ യു ക്യാൻ ഹാവ് ടാഗ്സ് ഹിയർ. ദെൻ ഇനി OneSignal ലോഗിൻ ചെയ്യുക, അതായത് എക്സ്റ്റേണൽ ഐ ഡി വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്ത് ഞാൻ അത് കംപ്ലീറ്റ് മെത്തേഡ്സ് ഇവിടെ എഴുതുന്നുണ്ട്. അതായത് നിങ്ങൾ OneSignal ഡാഷ്ബോർഡിൽ പോകേണ്ട തന്നെ നിങ്ങൾക്ക് അഡ്മിൻ ആപ്പിനകത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ ഡു ഓൾ ദീസ് തിങ്സ്. ദെൻ എനേബിൾ ഡിസേബിൾ പുഷ് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ റൈറ്റ് മെത്തേഡ്സ് ദാറ്റ് ആക്ച്വലി എന്തായിരിക്കും? നമുക്ക് ഇവിടെ ആപ്പിനകത്ത് ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ട് നിങ്ങൾക്ക് അതായത് ഈ പെർമിഷൻസ് എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനാണ്. അപ്പോൾ അത് ജസ്റ്റ് എന്താണ് ഞാൻ അവിടെ എഴുതിയിടാം. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എപ്പോഴേലും ചെയ്യുമ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. അതായത് ഇതാണ് സംഭവം. ഇത് കണ്ടില്ലേ, റിക്വസ്റ്റ്
that permission. You can disable this. അതൊരു ടോഗിൾ ബട്ടൺ കൊടുത്തിട്ടൊക്കെ നിങ്ങൾക്ക് ഇനി നിങ്ങൾക്ക് കംപ്ലീറ്റ് നോട്ടിഫിക്കേഷൻസ് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ you can write a method for clearing all notifications like this. Clear all notifications. And these are the notification service, and we wrote auth service, notification service, everything. Now come to your main.dart. ഓക്കെ, ഇനി നമ്മളെ മെയിൻ ഡോട്ട് ഡാട്ടിൽ നമ്മൾ കുറച്ച് പണിയെടുക്കാണ്ട്. അപ്പോൾ ഇവിടെ മെയിൻ ഫംഗ്ഷൻ, ഇവിടെ നമ്മൾ മെയിൻ ഫംഗ്ഷനകത്ത് ആൻഡ് ബിഫോർ ആഫ്റ്റർ ദിസ് ഫയർബേസ് ഇനീഷ്യലൈസേഷൻ യു ക്യാൻ ഇനീഷ്യലൈസ് യുവർ ഫൈനൽ auth service ഈക്വൽ ടു auth service. ഓക്കെ, അതായത് auth സർവീസിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ഞാൻ ഉണ്ടാക്കി. ദെൻ auth സർവീസിനെ കോൾ ചെയ്തിട്ട് നമ്മുടെ auth service ഡോട്ട് സൈൻ ഇൻ അനോണിമസ്ലി ഇവിടെ കോൾ ചെയ്യണം. പിന്നെ ചെയ്യേണ്ടത് എന്തായിരിക്കും, നോട്ടിഫിക്കേഷൻ സർവീസിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ഉണ്ടാക്കുക. നോട്ടിഫിക്കേഷൻ സർവീസ് ഈക്വൽ ടു, ആക്ച്വലി ദാറ്റ് ഈസ് അഡ്മിൻ നോട്ടിഫിക്കേഷൻ സർവീസ്. അഡ്മിൻ നോട്ടിഫിക്കേഷൻ സർവീസ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, അവൈറ്റ് അതിലെ ഇനീഷ്യലൈസ് മെത്തേഡിനെ കോൾ ചെയ്തു, നോട്ടിഫിക്കേഷൻ സർവീസ് ഡോട്ട് ഇനീഷ്യലൈസ്. ഓക്കെ, ആൻഡ് ദാറ്റ് വിൽ റിക്വയർ യുവർ ആപ്പ് ഐ ഡി. ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇനി നമുക്ക് എന്ത് ചെയ്യണം, നോട്ടിഫിക്കേഷൻ സർവീസ് ഉപയോഗിച്ച് നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ സർവീസ് ഉപയോഗിച്ച് നമ്മൾ ഇത് OneSignalലേക്ക് ലോഗിൻ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളുടെ നോട്ടിഫിക്കേഷൻ സർവീസിനകത്തുള്ള ലോഗിനെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷൻ സർവീസ് ഡോട്ട് ലോഗിൻ ഉപയോഗിച്ചു. ഇവിടെ നമ്മളൊരു എക്സ്റ്റേണൽ ഐ ഡി കൊടുക്കണം. ഇവിടെ നമുക്ക് എന്തും കൊടുക്കാം. ഞാനിവിടെ എന്ത് ചെയ്യണം, അഡ്മിൻ ആപ്പ് എന്ന് കൊടുത്തു. ഓക്കെ, ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, സബ്സ്ക്രിപ്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഫൈനൽ ഈ സബ്സ്ക്രൈബ്ഡ് ആണോ, സബ്സ്ക്രൈബ്ഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം, അവൈറ്റ് നോട്ടിഫിക്കേഷൻ സർവീസ് ഡോട്ട് ഈ സബ്സ്ക്രൈബ്ഡ്. ഓക്കെ, അതായത് ഇയാളുടെ സബ്സ്ക്രിപ്ഷൻ സ്റ്റാറ്റസ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ടോക്കൺ കിട്ടണം. ഫൈനൽ ടോക്കൺ ഈക്വൽ ടു അവൈറ്റ് notification service dot get push token. Okay, then external user id. ഇങ്ങനത്തെ കാര്യമൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിനകത്തുനിന്ന്. ഈ ഇതൊക്കെ പ്രിന്റ് ചെയ്യിക്കാട്ടോ ആണെങ്കിൽ സബ്സ്ക്രൈബ്ഡ് ആണോ അങ്ങനത്തെ കാര്യമൊക്കെ. ആൻഡ് ലെറ്റ് മീ റിമൂവ് ദിസ് തിങ്. ഞാൻ ഇതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, എഴുതാം. ഞാൻ നേരത്തെ ചെയ്ത പ്രൊജക്റ്റിൽ നിന്നാണ് എടുക്കുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ കൊടുത്ത നോട്ടിഫിക്കേഷൻ സർവീസ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ? ഓക്കെ, ഇത് കാണാതെ ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. അതായത് മൊത്തം ഇവിടെ ഇരുന്നിട്ട് വേറെ റെഫറൻസ് പ്രൊജക്റ്റിലാണ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിന്ന് കോപ്പി ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അല്ലാതെ അത്രയ്ക്ക് ഇങ്ങോട്ട് ജീനിയസ് ആയിട്ടില്ല ഞാൻ. അതായത് മൊത്തത്തിൽ ഇത് കാണാതെ നിങ്ങൾക്ക് പറഞ്ഞു തരാന്നുള്ളത്. അപ്പോൾ ഇത് മനസ്സിലാവുന്നെന്ന് വിചാരിക്കുന്നു. ആൻഡ് ടാഗ്സ് എന്ന് പറയുന്നത് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ടാഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അതിനകത്ത് ഡാഷ്ബോർഡിലുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇത്ര നമ്മൾ ചെയ്തു. ഇനി നമ്മൾ അഡ്മിൻ സ്ക്രീനിൽ വരണം. നമ്മൾ അഡ്മിൻ സ്ക്രീനിൽ വന്നിട്ട് അഡ്മിൻ ഹോം സ്ക്രീനിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്. ഒന്ന്, നമ്മൾ എന്ത് ചെയ്യണം, നോട്ടിഫിക്കേഷൻ സർവീസ്, auth സർവീസ്, ഇതിൻ്റെയൊക്കെ ഇൻസ്റ്റൻസ് ഉണ്ടാക്കണം. അത് ഞാൻ ക്രിയേറ്റ് ചെയ്തോടെ ഇത് ഇമ്പോർട്ട് ചെയ്യണം. കോപ്പി ചെയ്തതാണ് ബിക്കോസ് ഇത് ഡയറക്റ്റാണ്, നിങ്ങൾക്ക് ആ ക്ലാസ്സിൻ്റെയൊക്കെ ഇൻസ്റ്റൻസ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്ത് സമയം കളയണമല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമുക്കിവിടെ നമ്മളുടെ ഡാറ്റാബേസിൽ നിന്നും നമ്മൾ ഓൾറെഡി ഉള്ള ഓഫേഴ്സ് ഫെച്ച് ചെയ്യണം. അപ്പോൾ ഞാനൊരു സ്റ്റാറ്റസ് ചെക്കിന് വേണ്ടി എന്ത് ചെയ്തു, ലോഡിങ് സ്റ്റാറ്റസിന് വേണ്ടി ഇത് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഐ ഹാവ് ആൻ ഇനിറ്റ് സ്റ്റേറ്റ്. സോ ഇനിറ്റ് സ്റ്റേറ്റിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ സർവീസസ് ഒക്കെ ഒന്ന് ഇനീഷ്യലൈസ് ചെയ്യണം. അപ്പോൾ നമുക്ക് വേണ്ടത് എന്തായിരിക്കും, I need a method here that is a future and that is void, and I'm going to have underscore initialized services എന്ന് പറയുന്ന ഒരു മെത്തേഡ് എഴുതി. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന എന്താണ്, സെറ്റ് സ്റ്റേറ്റിനെ വിളിച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അണ്ടർസ്കോർ ഈസ് ലോഡിംഗ് എന്ന് പറയുന്നത് ഐ എം ഗോയിങ് ടു മേക്ക് ദിസ് ട്രൂ എന്നാക്കി. ഇപ്പോൾ നമ്മൾ എന്താണ്, നമുക്ക് അവിടെ ഒരു സർക്കുലർ പ്രോഗ്രസ് ഇൻഡിക്കേറ്റർ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ പേജിന് സെൻറ്ററിൽ വരും. നമ്മുടെ സ്റ്റേറ്റ് മാനേജ്മെൻറ്റ്
കൊണ്ടുവന്നിട്ടില്ല. അതുകൂടി വരുമ്പോഴേക്കും ഇത് കോംപ്ലക്സ് ആവും. അപ്പോൾ ഞാനിവിടെ തൽക്കാലം എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് സ്റ്റേറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ട്രൈ. ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യണം, അനോണിമസ്ലി സൈൻ ഇൻ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു, ഇവിടെ നോട്ട് അണ്ടർസ്കോർ ഓത്ത് സർവീസ് ഡോട്ട് സൈൻ ഇൻ അനോണിമസ്ലി എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, അതായത് അനോണിമസ് സൈൻ ഇൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, അവൈറ്റ് ചെയ്യണം. ആൻഡ് അവൈറ്റ് ചെയ്യണമെങ്കിൽ ഇത് എന്തായിരിക്കണം, അസിങ്ക് ആയിരിക്കണം. ഓക്കെ, ആൻഡ് അവൈറ്റ് എന്തായിരിക്കും ചെയ്യേണ്ടി വരിക, അണ്ടർസ്കോർ ഓത്ത് സർവീസ് ഡോട്ട് സൈൻ ഇൻ അനോണിമസ്ലി. ഓക്കെ, and what is the error here, underscore auth service static bool and not is sign in നാട്ടോ, ഇതല്ല കോൾ ചെയ്യേണ്ടത്. ഈസ് ഞാൻ ടൈപ്പ് ചെയ്ത് എടുത്തപ്പോൾ മാറിയതാണ്. ഓക്കെ, ദെൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, എറേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, ഇത് ചെയ്യുന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അവൈറ്റ് ചെയ്യണം. എന്തിനു വേണ്ടി, അണ്ടർസ്കോർ നോട്ടിഫിക്കേഷൻ സർവീസ് ഡോട്ട് ഇനീഷ്യലൈസിന് വേണ്ടി അവൈറ്റ് ചെയ്തു. Okay, and if there is any error, you can call the catch. Then you can have underscore. You can have ഒരു എറർ, ഷോ എറർ കാണിക്കാൻ വേണ്ടി ഒരു മെത്തേഡൊക്കെ എഴുതാം. അതായത് ഞാനത് ജസ്റ്റ് കോപ്പി ചെയ്യുന്നുണ്ട്, ജസ്റ്റ് സ്നാക്ക് ബാർ. ഓക്കെ, ഇതാണ് എന്ത്, ഷോ എറർ കാണിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ എറർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, യു ക്യാൻ കോൾ ദാറ്റ് ഷോ എറർ. അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ ദാറ്റ് നമുക്ക് ഇവിടെ കിട്ടുന്ന പാസ് ചെയ്തു അത് എവിടെ വരും. അപ്പോൾ നമ്മൾ സ്ക്രീനിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അതവിടെ എഴുതി കാണിച്ചു തരും. ഓക്കെ, ഇനി ഇതാണ് നമ്മളുടെ എന്ത്, ഇനീഷ്യൽ സെറ്റപ്പ്. ഇനി നമ്മളുടെ ബിൽഡ് മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് മാറ്റി എഴുതുന്നുണ്ട്. ആ ബിൽഡ് മെത്തേഡ് മാറ്റി എഴുതണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ബിൽഡ് മെത്തേഡിൽ വരിക, ഇവിടെ ജസ്റ്റിങ് ഇതല്ലല്ലോ, ഇതാണ് നമ്മളുടെ എന്ത്, ഇതാണ് നമ്മളുടെ ബിൽഡ് മെത്തേഡ്. ഇവിടെ ഇപ്പോൾ നമ്മൾ റിട്ടേൺ ചെയ്തിരിക്കുന്നത് സ്കഫോൾഡ് ആണ്. അതിൻ്റെ ബോഡി എന്ന് പറയുന്നത് നമ്മൾ എഴുതിയിട്ടില്ല ഇവിടെ, സ്കഫോൾഡിൻ്റെ ബോഡി. അപ്പോൾ നമ്മൾ ബോഡി ഇവിടെ എഴുതുന്നുണ്ട്. ആൻഡ് ബോഡി എന്ന് പറയുന്നത് അണ്ടർസ്കോർ ഈസ് ലോഡിങ്ങിനെ ബേസ് ചെയ്താണ് ഞാൻ എഴുതുന്നത്. ഈസ് ലോഡിങ് ആണെങ്കിൽ യു നീഡ് ടു ഷോ എ സർക്കുലർ പ്രോഗ്രസ് ഇൻഡിക്കേറ്റർ. അതർവൈസ് യു നീഡ് ടു ഹാവ് സ്ട്രീം ബിൽഡർ. ബിക്കോസ് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, നമ്മളുടെ ഡാറ്റാബേസ് സർവീസിൽ ഗെറ്റ് ഓഫറിന് ദാറ്റ് ഈസ് എ സ്ട്രീം. അതുകൊണ്ട് ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്ട്രീം ബിൽഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് ഇവിടെ നമ്മളോട് ചോദിക്കുന്നുണ്ട് ഏതാണ് സ്ട്രീം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു, ഞാൻ ഇതിനെ താഴോട്ടാക്കുന്നുണ്ട് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി. ഓക്കെ, സ്ട്രീം ബിൽഡർ എന്ത് ബിൽഡ് ചെയ്യണം എന്നൊക്കെ എഴുതണം. ആ സ്ട്രീം ബിൽഡർ കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും, ഇത് തിരിച്ചു തരാൻ പോകുന്നത് ഒരു ലിസ്റ്റ് ഓഫ് ഓഫേഴ്സ് ആയിരിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, it's going to return that is list. ഇവിടെ ഓഫർ ലിസ്റ്റ് ആയിരിക്കുന്നത്. ഇനി സ്ട്രീം ഏതാണ്, അണ്ടർസ്കോർ ഡാറ്റാബേസ് സർവീസ് ഡോട്ട് ഗെറ്റ് ആക്റ്റീവ് ഓഫേഴ്സ് ആൻഡ് വാട്ട് യു നീഡ് ടു ബിൽഡ് ബേസ്ഡ് ഓൺ ദിസ് തിങ്. ഇതിനെ ബേസ് ചെയ്ത് എന്താണ് ബിൽഡ് ചെയ്യേണ്ടത്, നമുക്ക് വേണ്ടത് എന്താണ്, നമുക്കിവിടെ ബിൽഡ് ചെയ്യേണ്ടത് എന്തായിരിക്കും, കോണ്ടെക്സ്റ്റ് പാസ് ചെയ്യണം. ദെൻ സ്നാപ്ഷോട്ട് പാസ് ചെയ്തു ആൻഡ് ദാറ്റ് ഈസ് ഗോയിങ് ടു റിട്ടേൺ. ഇനി നമ്മൾ ചെക്ക് ചെയ്യണം സ്നാപ്ഷോട്ടിൽ വാല്യൂ ഉണ്ടോ. അത് ഞാൻ കോപ്പി ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ഞാൻ പറയാം. സ്നാപ്ഷോട്ടിലെ കണക്ഷൻ സ്റ്റേറ്റ് വെയിറ്റിംഗ് ആണെങ്കിൽ സർക്കുലർ പ്രോഗ്രസ് ഇൻഡിക്കേറ്റർ കാണിക്കും. ഓക്കെ, ആൻഡ് സ്നാപ്ഷോട്ടിൽ എറർ ഉണ്ടെങ്കിൽ എന്ത് കാണിക്കണം, സ്നാപ്ഷോട്ടിൽ എറർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണിക്കണം. ഇത് കഴിഞ്ഞിട്ട് അടുത്ത എഫ് എഴുതി, സ്നാപ്ഷോട്ടിനകത്ത് എറർ ഉണ്ടെങ്കിൽ നമുക്ക് എറർ ലോഡിങ് ഓഫേഴ്സ് റീട്രൈ എന്നൊക്കെ പറഞ്ഞൊരു ബട്ടണൊക്കെ. അപ്പോൾ നമ്മൾ ഒന്നുകൂടി എന്ത് ചെയ്യും, സെറ്റ് സ്റ്റേറ്റിനെ വിളിക്കുമ്പോൾ ഈ ബിൽഡ് മെത്തേഡ് ഒന്നുകൂടി റൺ ആവും. ഓക്കെ, ഇനി സ്നാപ്ഷോട്ടിൽ ഡാറ്റ ഉണ്ടെങ്കിൽ എന്ത് കാണിക്കണം എന്നുള്ളതാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. ആസ് ഡാറ്റ ആൻഡ് സ്നാപ്ഷോട്ട് എം ടി ആണ്. അതായത് ഡാറ്റ ഉണ്ട്, നമുക്ക് ഡാറ്റ മീൻസ് നമുക്ക് സ്നാപ്ഷോട്ട് അവിടെ പോയി എടുത്തു വന്നു, പക്ഷേ എം ടി ആണ്. അങ്ങനെയാണ് നമുക്ക് എന്ത് കാണിക്കണം, നോ ഓഫേഴ്സ് അവൈലബിൾ എന്ന് കാണിക്കണം. ഇനി ആക്ച്വലി നിങ്ങൾക്ക് ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ എന്ത് കാണിക്കണം, അതായത് നിങ്ങൾക്ക് ഇതിനകത്ത് ഡാറ്റ റിട്ടേൺ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് കാണിക്കണം, നമുക്ക് എന്തായിരിക്കും വേണ്ടി വരിക, നമുക്കൊരു ലിസ്റ്റ് വ്യൂ കാണിക്കണം. അത് നമുക്ക് ഇവിടെ എഴുതാം, റിട്ടേൺ എ ലിസ്റ്റ് വ്യൂ ഡോട്ട് ബിൽഡർ ആൻഡ് ഇവിടെ നമുക്ക് വേണ്ടത് എന്തായിരിക്കും വേണ്ടി വരാം, ഐറ്റം ബിൽഡർ എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് ഇൻഡെക്സ് ആൻഡ് ദിസ് ഈസ് ഗോയിങ് ടു റിട്ടേൺ എ ലിസ്റ്റ് ടൈലാണ്. ആൻഡ് I think you need a return here.
return list type and put a semicolon here also. And we need to specify how many times എന്നുള്ള കാര്യമൊക്കെ എന്ത് ചെയ്യണം ഇവിടെ സ്പെസിഫൈ ചെയ്യണം. ആൻഡ് ദിസ് തിങ് ഈസ് ഐറ്റം കൗണ്ട്. ഐറ്റം കൗണ്ട് എത്ര ആയിരിക്കും? നമുക്ക് കിട്ടിയ ലിസ്റ്റിൽ, അതായത് സ്നാപ്ഷോട്ടിനകത്ത് ഡാറ്റ ഡോട്ട് ലെങ്ത്. ഓക്കെ ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് ഓരോ ഐറ്ററേഷനിലും നിങ്ങൾക്ക് എന്ത് കിട്ടും, സ്നാപ്ഷോട്ടിനകത്തുനിന്ന് ഒരു സിംഗിൾ ഓഫർ എടുക്കാം. ലൈക്ക് ദിസ്, ഇതേപോലെ സ്നാപ്ഷോട്ട് ഡാറ്റ ഡോട്ട് ഇൻഡെക്സ്, പെർട്ടിക്കുലർ ഇൻഡെക്സിലുള്ള ഓഫർ ആയിരിക്കും ഇവിടെ വരും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, റിട്ടേൺ ലിസ്റ്റ് ടൈലാണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ലിസ്റ്റ് ടൈലിനകത്തേക്ക് എന്ത് ചെയ്യണം, ലിസ്റ്റ് ടൈലിനകത്ത് ടൈറ്റിൽ എന്ന് പറയുന്നത് ഓഫർ ഡോട്ട് എന്തായിരിക്കും, ടൈറ്റിലായിരിക്കും. Keep like this is a widget. So ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഡോളർ ഓഫർ ഡോട്ട് ടൈറ്റിൽ. സബ് ടൈറ്റിൽ എന്ന് പറയുന്നത് you can have subtitle again a text widget, and you can have dollar offer dot and put a curly brace offer dot subtitle. No, it's actually description. Okay, and ഇതാണ് നമ്മളുടെ എന്ത്, നമ്മളുടെ ലിസ്റ്റ് വ്യൂ ബിൽഡർ. ഇനി നമ്മൾ ഫ്ലോട്ടിംഗ് ആക്ഷനിൽ വരിക. ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ ഇവിടെ, ആൻഡ് വേർ ഈസ് ദാറ്റ് ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ? And you need to have floating action button. Floating action ബട്ടണിൽ നമ്മളിവിടെ ഷോ ഓഫർ ഡയലോഗ് എഴുതിയിട്ടുണ്ട്. ആൻഡ് ഷോ ഓഫർ ഡയലോഗിൽ പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ എഴുതി നിർത്തിയ ഒരു സ്ഥലമുണ്ട് ഷോ ഓഫർ ഡയലോഗിനകത്ത്. അപ്പോൾ ഇനി ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഷോ ഓഫർ ഡയലോഗിൽ വി ആർ ഗോയിങ് ടു ഹാവ് ഇഫ് വി നീഡ് ടു ചെക്ക് ദിസ് തിങ്, ആ ഓഡ് സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓഡ് സർവീസ് ഡോട്ട് എന്ത് ചെയ്തു, ഈ സൈൻ ഇൻ ആണോ നോക്കി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ we need to await underscore auth service dot sign in anonymously, നേരത്തെ എഴുതിയ പോലെ തന്നെ. ആൻഡ് ഞാൻ എന്ത് ചെയ്തു, സെറ്റ് സ്റ്റേറ്റിനെ കോൾ ചെയ്തിട്ട് എന്ത് ചെയ്തു, അണ്ടർസ്കോർ ഈസ് ലോഡിങ് ഈക്വൽ ടു ട്രൂ ആക്കി. ഓക്കെ, ആൻഡ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും, ഇനി നമ്മളിവിടെ ട്രൈ ചെയ്തിട്ടുണ്ട്, ബാക്കി നമ്മളിവിടെ എഴുതിയിരുന്നു ട്രൈ റിസൾട്ട് ആണ്, ഇതൊക്കെ എഴുതിയിരുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഓഫർ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഫൈനൽ സേവ്ഡ് ഓഫർ ഈക്വൽ ടു അവൈറ്റ് അണ്ടർസ്കോർ ഡാറ്റാബേസ് സർവീസ് ഡോട്ട് സേവ് ഓഫർ. അതിലേക്ക് നമ്മൾ ആരെ പാസ് ചെയ്തു, ഇവിടുന്ന് കിട്ടിയ ഓഫറിനെ പാസ് ചെയ്തു. അത് എവിടെ പോകും, അവിടെ പോയി ഡി ബിയിലേക്ക് സേവ് ആവും. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, അവൈറ്റ്, and you can have await underscore notify users. ജസ്റ്റ് ഇത് നോട്ടിഫൈ യൂസേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നോട്ടിഫൈ യൂസേഴ്സിനകത്ത് നമ്മൾ അല്ല, ഇത് നമുക്ക് ഇവിടെ ആവശ്യമില്ല. ബിക്കോസ് നമ്മൾ ഓൾറെഡി എവിടെ നിന്നാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അവിടുന്ന് നമ്മൾ ചെയ്യാണ് എന്ത്, മെസ്സേജ് സെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, ഇത് ചെയ്തു, ഡി ബിയിലേക്ക് സേവ് ചെയ്തു. നോട്ടിഫിക്കേഷൻ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. ആൻഡ് ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ സക്സസ് മെസ്സേജ് കാണിക്കണം എന്ന് വിചാരിക്കുക. നിങ്ങൾക്കൊരു ഇതിനകത്ത് സക്സസ് മെസ്സേജ് കാണിക്കണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ്, നേരത്തെ ഷോ എറർ മെത്തേഡ് എഴുതിയില്ലേ, ഇവിടെ നമ്മൾ ഷോ എറർ എഴുതിയ പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ജസ്റ്റ് ഒരു മെത്തേഡ് എഴുതാം, ഷോ സക്സസ്. ആൻഡ് ആ മെത്തേഡിനെ എവിടെ കോൾ ചെയ്യാം, ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ കോൾ ദാറ്റ് ഷോ സക്സസിനെ കോൾ ചെയ്യാം. അതിലേക്ക് നമുക്ക് ആരെ കൊടുക്കാം, ഓഫർ ആഡഡ് സക്സസ്ഫുള്ളി എന്ന് കൊടുത്തു. ഓക്കെ, ആൻഡ് ഫോർമാറ്റ് ദ കോഡ്. ഇനി നമ്മൾ എവിടെ വരണം, നമ്മളുടെ ഡാറ്റാബേസ് സർവീസിൽ വന്നിട്ട് സെൻഡ് നോട്ടിഫിക്കേഷൻ എഴുതാം. അതല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ സർവീസിൽ എഴുതാം, ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സെൻഡ് നോട്ടിഫിക്കേഷൻ എഴുതാം. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് എഴുതുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് എഴുതാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്, ഫ്യൂച്ചർ that is actually future void underscore send
notification and we need offer. ഓക്കെ, ഇനി ഓർക്കേണ്ട കാര്യം നമുക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ പറ്റില്ല അറിയോ. ഇപ്പൊ നോർമലി നമ്മൾ കാണുന്ന വീഡിയോയിലൊക്കെ നമ്മൾ OneSignalന്റെ ഡാഷ്ബോർഡിൽ പോയിട്ട്, ഇപ്പൊ നമുക്ക് ഇവിടെ ഡാഷ്ബോർഡ് കിട്ടും, OneSignal ഡാഷ്ബോർഡ്. ഈ ഡാഷ്ബോർഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, മെസ്സേജസിൽ പോയിട്ട് പുഷ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് സെറ്റപ്പ് പുഷ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് എങ്ങോട്ടാണ് പുഷ് ചെയ്യേണ്ടത്. നമുക്ക് വേണ്ടത് iOS ഉണ്ട്, ഗൂഗിൾ ആൻഡ്രോയിഡ് ഉണ്ട്, ആക്ടിവേറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പൊ ഇവിടെ കുറച്ച് കോൺഫിഗറേഷൻ നമ്മൾ ഇതിലേക്ക് നമ്മൾ വരുന്നേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നേ ഉള്ളൂ. അപ്പൊ ഇവിടുന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെസ്സേജ് ക്രിയേറ്റ് ചെയ്ത് പുഷ് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് ആപ്പിനകത്തുനിന്ന് ഡയറക്റ്റ് ഈ ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, APIs യൂസ് ചെയ്യണം. അപ്പൊ ഞാനിവിടെ ആദ്യം നമുക്ക് ഇതൊന്ന് ചെയ്യാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രോജക്റ്റ്, ആ ഫയർബേസ് പ്രോജക്റ്റ് എന്ത് ചെയ്യണം, ഇതുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ഇവിടെ രണ്ട് രീതി ചെയ്യാം. ഇതിന്ന് നിങ്ങൾക്ക് നമ്മളുടെ ഫയർബേസ് പ്രൊജക്റ്റിൽ പോയി കഴിഞ്ഞാൽ ഈ ഫയർബേസ് പ്രൊജക്റ്റിന്റെ സെറ്റിങ്സിനകത്ത് എന്തുണ്ടായിരിക്കും, നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം സർവീസ് അക്കൗണ്ട്സ് എന്ന് കാണാം. ഈ സർവീസ് അക്കൗണ്ട്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ പറയുന്ന JSON കിട്ടും. അതായത് ഇവരിവിടെ ഒരു JSON അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇവിടെ കണ്ടു, ഒരു JSON അപ്ലോഡ് ഫ്രം യുവർ കമ്പ്യൂട്ടർ ആൻഡ് സർവീസ് അക്കൗണ്ട് JSON എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് കിട്ടണമെങ്കിൽ നമ്മൾ എവിടെ വരണം, ഇവിടെ വരണം. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ കണ്ടോ, ജനറേറ്റ് എ ന്യൂ പ്രൈവറ്റ് കീ എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ജനറേറ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു ഫയൽ ഇവിടെ ഡൗൺലോഡായി. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഈ ഫയലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ എങ്ങോട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്. നമ്മളുടെ ഇവിടെ വന്നിട്ട് ചൂസ് ഫയൽ എടുക്കുക, എന്നിട്ട് നമ്മൾ ആ ഫയലിനെ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിടുക. ഇവിടുന്ന് ഇങ്ങോട്ട്, ആൻഡ് ഓപ്പൺ ആയി വരുന്നേ ഉള്ളൂ. ഇവിടുന്ന് എന്ത് ചെയ്യാം, യു ക്യാൻ ആഡ് ദിസ് ടു ഹിയർ, ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിട്ടു. ഓക്കെ, നൗ ഇറ്റ് ഈസ് കംപ്ലീറ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന് അടിക്കുക. അപ്പോൾ നമുക്ക് ചോദിക്കും നാറ്റീവ് ആൻഡ്രോയിഡ് ഫ്ലട്ടർ എന്നൊക്കെ ചോദിക്കുന്നതായിരിക്കും. ആൻഡ് സെലക്ട് യുവർ ടാർഗറ്റ് SDK ആൻഡ് ഐ എം ഗോയിങ് ടു ഹാവ് ഫ്ലട്ടർ ഹിയർ. ദെൻ സേവ് ആൻഡ് കണ്ടിന്യൂ. ദെൻ എന്ത് ചെയ്യണം, നമുക്കിവിടെ ആപ്പ് ID കാണിച്ചു തന്നു, ഇങ്ങനത്തെ കാര്യമൊക്കെ ഉണ്ടായിരിക്കും. ദെൻ ഈ ആപ്പ് ID നമുക്ക് ഓൾറെഡി അവിടെ ഉണ്ട്. ദെൻ ഡൺ എന്ന് കൊടുക്കുക. നിങ്ങൾക്ക് ഇവിടുന്ന് ടെസ്റ്റ് ചെയ്യാം. അതായത് നമുക്ക് എന്ത് ചെയ്യും, ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഇവിടെ ഗൂഗിൾ ആൻഡ്രോയിഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ പുഷിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ന്യൂ പുഷ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് പുഷ് ചെയ്യാം. ഓക്കെ, ഇതാണ് നോർമലി നമ്മൾ കാണുന്ന എല്ലാ വീഡിയോയിലും ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ ചെയ്യാന്ന് പറയുന്നത് നല്ല ഹെക്ടിക് പണിയാണ്. അപ്പോൾ അതായത് ഓരോ കാര്യം ചെയ്യുമ്പോൾ നമ്മളിവിടെ ഡാഷ്ബോർഡിൽ വന്ന് പുഷ് ചെയ്യാന്നൊക്കെ പറയുന്നത്, അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആപ്പിനകത്തുനിന്ന് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം ഈ രീതിയിൽ ചെയ്യുന്നത് നമുക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ പറ്റില്ല, ആപ്പൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ OneSignalന്റെ API ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ ഇവിടെ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന കോഡിനകത്ത് നമ്മൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, OneSignalന്റെ ആപ്പ് ID, റെസ്റ്റ് API കീ, അങ്ങനത്തെ കാര്യം കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഞാനൊരു വേരിയബിൾ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ട് കോപ്പി ചെയ്തു, ആൻഡ് OneSignalന്റെ ആപ്പ് ID എന്ന് പറയുന്നത്. ആൻഡ് യു ക്യാൻ ഗോ ടു യുവർ and don't copy my app ID, and it's free, so create one account and take your app ID. Okay, ഞാനിപ്പോൾ ഇത് ID ഒന്നും ചെയ്യുന്നില്ല, ഞാൻ കാണിക്കുന്നുണ്ട് അവിടെ. നിങ്ങളിത് ഉപയോഗിക്കരുത്, വേറെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, I just copied my app ID here. ഇവിടെ ഞാൻ എൻ്റെ ആപ്പ് ID ഇവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, സെമിക്കോൺ. ആൻഡ് ഇനി നമുക്ക് വേണ്ടത് എന്താണ്, നമ്മളുടെ API കീ വേണം. അതും നിങ്ങൾക്ക് നമ്മളുടെ ഡാഷ് സെറ്റിങ്സിനകത്ത് നിന്ന് കിട്ടും. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, API കീ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൻഡ് യു വിൽ ഗെറ്റ് ദിസ് API കീ. യു ക്യാൻ കോപ്പി ദിസ് API കീ ആൻഡ് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, ആൻഡ് പേസ്റ്റ് ദാറ്റ് API കീ ഹിയർ. ഓക്കെ, ദെൻ ഇനി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ബേസ് URL ആണ്, OneSignalന്റെ API ബേസ് URL. ദിസ് ഇസ് എ URL. ദെൻ ഇനി നമ്മൾ നോർമലി നിങ്ങൾ API ഹാൻഡിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇനിയുള്ള കാര്യം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു നോട്ടിഫിക്കേഷൻ പേലോഡ് എന്ന് പറയുന്ന ഒരു മാപ്പാണ്. ഓക്കെ, ദാറ്റ് ഈസ് ആക്ച്വലി എ മാപ്പ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, യു നീഡ് ടു പാസ്, ഫസ്റ്റ് നമ്മൾ ആപ്പ് ID പാസ് ചെയ്യണം. അത് നമ്മളുടെ OneSignal ആപ്പ് ID ആണ് ഇത്. ഓക്കെ, നേരത്തെ ഞാൻ അവിടെ എഴുതി വെച്ച ആപ്പ് ID നമ്മളിവിടെ അത് OneSignal ID ഒന്നും ഇവിടെ ഉപയോഗിക്കുന്നില്ല, ബിക്കോസ് അത് നമ്മൾ ഡയറക്റ്റ് റിസീവ് ചെയ്യാനൊക്കെ ഉപയോഗിച്ചതാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, OneSignal ആപ്പ് ID
സെഗ്മെന്റ്സ് നിങ്ങൾക്ക് കൊടുക്കാം. അതായത് നമ്മൾ ഏതൊക്കെ സെഗ്മെന്റ് ഉണ്ട്. ആൻഡ് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാം യു ക്യാൻ ക്രിയേറ്റ് സെഗ്മെന്റ്സ് ആൻഡ് കം ടു യുവർ ഡാഷ്ബോർഡ് ആൻഡ് പുഷ്. ആൻഡ് ഇവിടെ നമ്മൾ ന്യൂ പുഷ് എടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ ക്രിയേറ്റ് സെഗ്മെന്റ്സ്. And I think you can have different segments. Where is that? കാണാനില്ല. ഞാൻ കാണിച്ചു തരാം എവിടെയാണുള്ളത്. ആൻഡ് ഓഡിയൻസിൽ പോയിട്ട് ഇതാണ് സെഗ്മെന്റ്സ്. ഇവിടെ നമുക്ക് സെഗ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ കണ്ടില്ലേ, ഡിഫറെന്റ് സെഗ്മെന്റ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ ഏത് സെഗ്മെന്റിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതാണ്. അപ്പോൾ ആ സെഗ്മെന്റിലുള്ള ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അവർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ആൻഡ് ഇനി നമ്മൾ ചെയ്യുന്നത്, ഇനി നമ്മൾക്ക് എന്ത് വേണം, കണ്ടന്റ് വേണം. ഇവിടെ വന്നിട്ട് അടുത്തൊരു ആള് കണ്ടന്റ് ആണ്, ന്യൂ ഓഫർ അവൈലബിൾ. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം കേട്ടോ. അതായത് ഇത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് നിങ്ങൾക്ക് കൊണ്ടുവരാം ആപ്പിനകത്തുനിന്ന്. ആ സ്പെസിഫിക് ഇവിടെ സ്ട്രിങ് കൊടുക്കാം. ഇതിപ്പോൾ ഡയറക്റ്റ് ഹാർഡ് കോഡ് ചെയ്ത് വെച്ചേക്കാം. ഇനി ഹെഡിങ്സ് കൊടുക്കാം. ഹെഡിങ്സ് വേറൊരു പാരാമീറ്റർ. ആൻഡ് ദിസ് തിങ് ഈസ് ഹെഡിങ്സ് ന്യൂ ഓഫർ എന്നുള്ളത്. ആൻഡ് യു ക്യാൻ ഹാവ് ദ ഡാറ്റ. അതിലുള്ള ആക്ച്വൽ ഡാറ്റ നമുക്ക് വരേണ്ടത് ഇവിടെ നിന്നാണ്. നമുക്ക് വരേണ്ടത് നമ്മളുടെ ഓഫറിൽ നിന്നുമാണ് എന്ത് ചെയ്യേണ്ടത്, വരേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓഫർ പാസ് ചെയ്തിട്ടുണ്ട്. യു ഹാവ് നീഡ് ടു ഇമ്പോർട്ട് ദാറ്റ് മോഡൽ ഹിയർ. ഓക്കെ, ഇതാണ് നമ്മളുടെ എന്ത് പേലോഡ്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്തായിരിക്കും, നോർമലി നമ്മൾ എ പി ഐയിൽ ദിസ് ഈസ് എ പോസ്റ്റ് എ പി ഐ. സോ നമ്മളിവിടെ എന്ത് ചെയ്യാണ്, നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ്. നോർമലി നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന പോലെ http.post. ഞാനത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. ഇത് അവൈറ്റ് ചെയ്തു. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ദിസ് ഈസ് ആൻ അസിങ്ക് മെത്തേഡ്. അസിങ്ക്. ഓക്കെ. ആൻഡ് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, HTTP വേണം. HTTP എങ്ങനെ കൊണ്ടുവരാം, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, ആൻഡ് നമ്മൾ HTTP ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ഫ്ലട്ടർ, ഇമ്പോർട്ട് പാക്കേജ് http.as/http ഒരു അലിയാസ് നെയിം കൊടുക്കണം. നൗ യു ക്യാൻ സി, ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാം, HTTP പാക്കേജ് ഉണ്ട്. എവിടെ HTTP പാക്കേജിൽ എന്ത് ഉപയോഗിച്ചു, പോസ്റ്റ് ഉപയോഗിച്ചു, URL കൊടുത്തു. ആൻഡ് ദിസ് ഈസ് ദ ബേസ് URL, നോട്ടിഫിക്കേഷൻ URL എന്ന് പറയുന്നത്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഹെഡേഴ്സ് കണ്ടന്റ് ടൈപ്പ് പാസ് ചെയ്തു, ഓതറൈസേഷൻ നമ്മുടെ കീ പാസ് ചെയ്തു, JSON. എൻകോഡ് ചെയ്യണമെങ്കിൽ കൺവേർട്ട് വേണം. ഓക്കെ, കൺവേർട്ടിന് ഇമ്പോർട്ട് ചെയ്തു. ഇനി നമ്മൾ നോർമലി നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനകത്തുള്ള ബാക്കി കാര്യങ്ങൾ, അതായത് എന്ത് വേണം, ട്രൈ ക്യാച്ച് ദിസ് തിങ്, റെസ്പോൺസ് എന്ന് പറയുന്നത്, റെസ്പോൺസ്. സോറി, ഇവിടെ ഇതിനുള്ളിലാണ്. ഇഫ് റെസ്പോൺസ് ഈക്വൽ ടു സ്റ്റാറ്റസ് കോഡ് ആണെങ്കിൽ സക്സസ്ഫുള്ളി സെൻഡ് ചെയ്ത് കാണിക്കണം. ഓക്കെ. ആൻഡ് ഇതാണ് നമ്മളുടെ എന്ത്, നമ്മൾ എഴുതിയ എന്ത്, നോട്ടിഫിക്കേഷൻ സർവീസിനകത്ത് ഐ തിങ്ക് 1 ബ്രാക്കറ്റ് ഈസ് എക്സ്ട്രാ. ഓക്കെ, നോട്ടിഫിക്കേഷൻ സർവീസിൽ എഴുതിയ എന്ത്, സെൻഡ് നോട്ടിഫിക്കേഷൻ. ഇത് എവിടെയൊക്കെ ഇനി ഉപയോഗിക്കുക, ഇത് ഉപയോഗിക്കേണ്ടത് നമ്മളുടെ എവിടെ ഉപയോഗിക്കണം, സേവ് ഓഫറിനകത്ത് വന്നിട്ട്, സേവ് ഓഫർ എവിടെ, നമ്മളുടെ ഓത്ത് സർവീസ് ഡാറ്റാബേസ് സർവീസിൽ നമ്മൾ എഴുതിയ സേവ് ഓഫറിൽ ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ DBയിലേക്ക് സേവ് ചെയ്ത് തിരിച്ചെടുത്തു. അത് നമ്മൾ നേരത്തെ എഴുതിയതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നോട്ടിഫിക്കേഷൻ അകത്തുനിന്ന് അണ്ടർസ്കോർ സെൻഡ് നോട്ടിഫിക്കേഷൻ കോൾ ചെയ്യണം. അത് കിട്ടണമെങ്കിൽ എവിടെ വരണം, നമ്മൾ എന്ത് ചെയ്യണം, ഫൈനൽ അഡ്മിൻ നോട്ടിഫിക്കേഷൻ സർവീസ് അണ്ടർസ്കോർ അഡ്മിൻ നോട്ടിഫിക്കേഷൻ സർവീസ് ഈക്വൽ ടു അഡ്മിൻ നോട്ടിഫിക്കേഷൻ സർവീസ്. ഒരു ഇൻസ്റ്റൻസ് ഉണ്ടാക്കി. എന്നിട്ട് നമ്മൾ എവിടെ വരണം, സേവ് ഓഫറിൽ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, അവൈറ്റ് ചെയ്യണം. അവൈറ്റ് അണ്ടർസ്കോർ അഡ്മിൻ നോട്ടിഫിക്കേഷൻ സർവീസ് ഡോട്ട് ഓക്കെ, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ആൻഡ് ദിസ് നോട്ട് അണ്ടർസ്കോർ, ആൻഡ് ദിസ് ഇസ് ബിക്കോസ് പ്രൈവറ്റ് ആക്കിയാൽ പുറത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്സസ് ചെയ്യാൻ പറ്റില്ല. സെൻഡ് നോട്ടിഫിക്കേഷൻ ആൻഡ് യു ഹാവ് ടു പാസ് ദ ഓഫർ. ഓഫർ എന്ന് പറയുന്നത് ഓഫർ അല്ല, നമ്മൾ ആ സേവ് ചെയ്ത ഓഫർ, സേവ്ഡ് ഓഫർ എന്ന് പാസ് ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മളുടെ എന്ത്, അഡ്മിനിൽ നമ്മൾ എഴുതിയ കാര്യങ്ങൾ. ഇനി ഇതിനകത്ത് ഐ തിങ്ക് ഇനീഷ്യലൈസ് ആപ്പ് മെത്തേഡ് ഉണ്ട്. എവിടെ, അഡ്മിൻ നോട്ടിഫിക്കേഷൻ സർവീസിനകത്ത് ഇവിടെ ഇത് empty ആണ്. ആൻഡ് ആപ്പ് ID എന്ന് പറയുന്നത് നമ്മൾ താഴെ എഴുതിയിട്ടുണ്ട്. ബിക്കോസ് അതായിരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ ആ ഇനീഷ്യലൈസ് മെത്തേഡിൽ നമ്മൾ മെയിൻ ഡാട്ടിൽ ഉപയോഗിച്ചത്. അപ്പോൾ ഞാൻ അതൊന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, ദിസ് ഈസ് ആപ്പ് ID ആൻഡ് ഐ തിങ്ക് എവറിത്തിങ് ഈസ് കംപ്ലീറ്റ്. ആൻഡ് ലെറ്റ് മീ റീബൂട്ട് ദിസ് തിങ്. ആൻഡ് ഞാനിവിടെ വന്നിട്ട്
എന്ത് ചെയ്യാണ്, ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് ഞാൻ ഒന്ന് റീബൂട്ട് ചെയ്തു. ഇവിടെ കണ്ടില്ലേ, ലോഡിങ് ക്ലൗഡ് ഫയർ ഡസ് നോട്ട് പെർമിഷൻ ടു എക്സിക്യൂട്ട് സ്പെസിഫിക് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. And some permission issues are there. Okay, let's check what is the issue. And you have the permission. നമ്മൾ നേരത്തെ കൊടുത്ത നോട്ടിഫിക്കേഷൻ പെർമിഷൻ ചോദിച്ചു ആൻഡ് ക്ലിക്ക് അലോ. ഓക്കെ, അലോ ചെയ്തപ്പോൾ ഇവിടെ കുറച്ച് പ്രശ്നം വന്നു. അതിന് കാരണം എന്തായിരിക്കും? റിക്വസ്റ്റ് സെൻഡ് OneSignalലേക്ക് സെൻഡ് ചെയ്തെന്ന് പറയുന്നുണ്ട്. And create operation login user, there are a lot of debug informations here. And what is the issue here? Error loading cloud permission, the caller does not have permission to execute a specified operation. Okay, and this is the issue, and you don't have the right permission here. So അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ പെർമിഷൻ ഒന്ന് കറക്റ്റ് ചെയ്യണം. ഓക്കെ, അത് നമുക്ക് കറക്റ്റ് ചെയ്യാം. അതായത് അത് എവിടെ വരുന്ന പ്രശ്നമാണ്, നമ്മൾ ഫയർബേസിൽ നമ്മളുടെ ഫയർ സ്റ്റോറിനകത്ത് ഉള്ള പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് ഫിക്സ് ചെയ്യാം. ഓക്കെ, ഞാൻ റൂൾസ് റീറൈറ്റ് ചെയ്തിട്ടുണ്ട്. എവിടേക്കോ ചെറിയ ടൈപ്പൊക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ റീറൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ആപ്പിനകത്ത് എന്ത് വന്നു, ആപ്പിനകത്ത് നിങ്ങൾക്ക് ഇങ്ങനെ വന്നു. ഇതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കോംപ്ലക്സ് ക്വറി എഴുതിയിട്ടുണ്ട് ഓർഡർ ബൈ. ആ ഓർഡർ ബൈ ഒക്കെ വരണമെങ്കിൽ നമ്മൾ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി ഫയർബേസ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, യു വിൽ ഗെറ്റ് എ ലിങ്ക് ടു ക്രിയേറ്റ് ഇൻഡെക്സ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഈ ഒരു ലിങ്കിൽ എന്ത് ചെയ്യണം, ക്ലിക്ക് ചെയ്യണം. ലെറ്റ് മീ ക്ലിക്ക് ഓൺ ദാറ്റ് ലിങ്ക്. അപ്പോൾ നമ്മൾ എങ്ങോട്ട് വരും, നമ്മളുടെ ഫയർബേസ് അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാൻ പറയും. എന്നിട്ട് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്ന അത് ഇവിടെ കാണിച്ചു തരും. ദെൻ യു ക്യാൻ സേവ് ദറ്റ് ഇൻഡെക്സ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യാം. ദിസ് തിങ് ഇവിടെ കണ്ടില്ലേ, ഇതൊരു കോംപ്ലക്സ് ക്വറിയാണ്, കോമ്പോസിറ്റ് ക്വറി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, യു നീഡ് ടു ക്രിയേറ്റ് ഇൻഡെക്സ്. അപ്പോൾ നമ്മൾ ഇത് ബിൽഡ് ചെയ്യുന്നുണ്ട്. ഇത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡെക്സ് ആക്റ്റീവ് ആയിരിക്കും, സ്റ്റാറ്റസ്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പിൽ എന്ത് കിട്ടും, നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് എവറിത്തിങ് ആസ് യൂഷ്വൽ. നമുക്ക് സത്യത്തിൽ നമുക്ക് ഒന്നുമില്ല, നമ്മളൊരു ഓഫർ ആഡ് ചെയ്ത് നോക്കുന്നുണ്ട്, എന്നിട്ട് അവിടെ ആ ഓഫർ വരുമെന്ന് നോക്കും. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ലെറ്റ് മീ സ്റ്റോപ്പ് ദിസ് ആൻഡ് വെയിറ്റ് ഫോർ ദാറ്റ് ടു ബിൽഡ്. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ സ്റ്റാറ്റസ് നോക്കിയാൽ കാണാം, ഇറ്റ്സ് എനേബിൾഡ്. നോ കം ടു ആപ്പ്. നമ്മളിവിടെ ആപ്പിൽ വന്നിട്ട് ജസ്റ്റ് ഞാൻ ആപ്പ് റീലോഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് നോ യു ഗോട്ട് ദാറ്റ് തിങ്, നോ ഓഫേഴ്സ് അവൈലബിൾ. ലെറ്റ്സ് ക്രിയേറ്റ് ആൻ ഓഫർ ഹിയർ. ഇവിടെ വന്നിട്ട് നമ്മൾ ഓഫർ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ദിസ് ഈസ് എ ടെസ്റ്റ് ഓഫർ. ഓക്കെ, ടെസ്റ്റ് ഓഫർ description and price is something and all other things are optional. Let me click on add offer. Okay, and it's adding now. Offer add ennu vannu and notification send ennu vannu. Okay, and it's not fetching here. And ഇവിടെ നമുക്ക് എന്താണ് വന്നു നോക്കാം. ഓക്കെ, നോ ഇവിടെ സത്യത്തിൽ നമുക്ക് ഇവിടെ എന്ത് വരണം, ഇത് ഫയർബേസിലേക്ക് സേവ് ആവണം. നമുക്ക് ഇവിടെ ഫയർബേസിൽ സേവ് ആയോ നോക്കാം. ഓഫേഴ്സ് വന്നു, ഇവിടെ വന്നിട്ടുണ്ട്. കാറ്റഗറി നമ്മൾ കൊടുത്തിട്ടില്ല, ഇമേജ് യൂആർഎൽ കൊടുത്തിട്ടില്ല, ബാക്കി എല്ലാ ഡാറ്റ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ സംഭവം നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ആഡ് ചെയ്ത ഓഫർ ഫെച്ച് ചെയ്ത് വരുന്നില്ല. ആൻഡ് ഇറ്റ്സ് സ്റ്റിൽ സർക്കിളിങ് ഹിയർ. ദാറ്റ് ഈസ് ബിക്കോസ് മേ ബി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കില്ല, നമ്മളെ ഹോം പേജിൽ എന്ത് ചെയ്യണം, നോട്ടിഫൈ ചെയ്തു. ആൻഡ് ഫൈനലി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടോ, എവിടെ നമ്മൾ അഡ്മിൻ ഹോം സ്ക്രീനിൽ വന്നു, നമ്മളിതൊക്കെ ആഡ് ചെയ്തു. ഈസ് ദാറ്റ് ഇവിടെ ആഡ് ചെയ്തു, ക്യാച്ച് ചെയ്തു. ഓക്കെ, നോട്ടിഫിക്കേഷൻ സേവ് ഓഫർ ചെയ്തു ആൻഡ് ഷോ സക്സസ് ചെയ്തു. ആൻഡ് ഫൈനലി ഐ തിങ്ക് യു നീഡ് സംതിങ് ഹിയർ. നമ്മൾ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്തിട്ടില്ല, മറന്നാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് സ്റ്റേറ്റിനെ വിളിച്ചിട്ട് എന്ത് ചെയ്യണം, അണ്ടർസ്കോർ ഈസ് ലോഡിങ് എന്ന് പറയുന്നത് ആൻഡ് മേക്ക് ദിസ് ഫാൾസ്. സേവ് ദിസ്. ഓക്കെ, നമുക്കൊന്ന് റീബൂട്ട് ചെയ്ത് നോക്കാം. Now you can see you have an offer here. Let's create one more offer
ആൻഡ് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, ടെസ്റ്റ് ചെയ്തു, ഹലോ എന്ന് കൊടുത്തു, ഹലോ ആൻഡ് ഓക്കെ ആഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഫയർബേസിലേക്ക് ആഡ് ചെയ്തു, യു ഗോട്ട് അനദർ ഓഫർ. ഓക്കെ ആൻഡ് ഇവിടെ നമുക്ക് യു ആർ ആക്ച്വലി ഗെറ്റിംഗ് നോട്ടിഫിക്കേഷൻ ഹിയർ. ഇവിടെ കണ്ടില്ലേ, ന്യൂ ഓഫർ ആഡഡ്, ടെസ്റ്റ് ആഡഡ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ടെസ്റ്റ് ഓഫർ, ടെസ്റ്റ്, ഇതിപ്പോൾ നമ്മൾ ഇട്ടാണ് ഒരു ചെറിയ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും, അത് നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, റിസീവ് ചെയ്യുന്നതുകൊണ്ടാണ്. അതായത് അഡ്മിൻ ഇട്ട് കഴിഞ്ഞപ്പോൾ അയാൾക്ക് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ ആക്ച്വലി നമുക്ക് എവിടെ കിട്ടണം, നമ്മളുടെ യൂസർ ആപ്പിൽ കിട്ടണം. ഇത് നമ്മൾ OneSignalൽ വന്നിട്ട് നമ്മൾ ഡാഷ്ബോർഡിൽ പോയിട്ട് പുഷ് എടുക്കുക, ഇവിടെ പുഷ്, ഇവിടുന്ന് പുഷ് ചെയ്യാം. പക്ഷെ ഇവിടെ നമുക്ക് ഈ ഓഡിയൻസിൽ പോയിട്ട് യൂസേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആപ്പ് ഇവിടെ രജിസ്റ്റർ ആയിട്ടുണ്ടാവും. ഇവിടെ കണ്ടോ, ഈ അഡ്മിൻ ആപ്പ്, ഇതാണ് ഞാൻ കൊടുത്ത പേരുണ്ടായിരുന്നില്ലേ. അതായത് ദെൻ അയാളുടെ റോള്, ലൊക്കേഷൻ, ടാഗ്സ്, ഇങ്ങനത്തെ കാര്യമൊക്കെ എന്ത് ചെയ്യുന്നത്. ഇനി നമ്മൾ പുതിയൊരു ആപ്പ് വേറൊരു ആപ്പിനകത്ത് ഇതേപോലെ ഈ നോട്ടിഫിക്കേഷൻ സർവീസിലെ ആപ്പ് ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ മെയിൻ ഡോട്ട് റൺ ചെയ്യുമ്പോൾ അയാളെ എന്ത് ചെയ്യും, ഇവിടെ രജിസ്റ്റർ ചെയ്യും, അയാൾക്കും എന്ത് കിട്ടും, നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ ബാക്കി ചെയ്യാനുള്ളത് നമ്മുടെ യൂസർ ആപ്പ് ഒന്ന് എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് അത് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ സെപ്പറേറ്റ് ആപ്പായിട്ടാണ് ചെയ്യുന്നത്, വേറൊരു ആപ്പായിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ അഡ്മിൻ സൈഡിൽ നിന്ന് പുഷ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ട്രിക്കി ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്, മേ ബി ഇപ്പം ഞാൻ ഫയർബേസ് ആണല്ലോ ഉപയോഗിച്ചത്. അപ്പോൾ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ സർവീസ് നിങ്ങൾക്ക് ഇതേപോലെ എഴുതാം. ഇതാണ് നമ്മളെ സെൻഡ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഫങ്ഷനാലിറ്റി. ഇവിടെ ഇതിനെ കോൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നിങ്ങൾ കാർട്ടിലേക്ക് ആഡ് ചെയ്തു അല്ലെങ്കിൽ ചെക്കൗട്ട് ചെയ്തതിന് ശേഷമാണെങ്കിൽ യു ഹാവ് എ ചെക്കൗട്ട് മെത്തേഡ്. ആ മെത്തേഡിൽ ചെക്കൗട്ട് സക്സസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടണം, അതിൽ നിന്നുള്ള ഡാറ്റ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ചെക്കൗട്ട് ഡീറ്റെയിൽസ് ഒരു നോട്ടിഫിക്കേഷൻ ആയി വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ എന്ത് ചെയ്യണം, ആ ഒരു ഫംഗ്ഷനാലിറ്റി കഴിഞ്ഞിട്ട് കോൾ ചെയ്യണം. ഓക്കെ, ഐ തിങ്ക് യു ഗോട്ട് ദ പോയിന്റ്, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, ഇത് യൂട്യൂബിൽ കുറേ വീഡിയോസ് ഉണ്ട്, ഞാൻ കുറേ വീഡിയോ കണ്ടിരുന്നു. പക്ഷെ അതിനകത്തൊന്നും എന്ത് ചെയ്യുന്നില്ല, ഈ രീതിയിൽ കാണിച്ചു തരുന്ന വീഡിയോസ് ഇല്ലെന്ന് തോന്നുന്നു. ഇനി ഉണ്ടോ ഞാൻ സെർച്ച് ചെയ്ത് കാണാത്ത അറിയില്ല. ജസ്റ്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കുറെ ഫോർഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെയ്യുന്നത് കാണിക്കും, ഡയറക്റ്റ് അവിടെ പോയി പുഷ് ചെയ്യുന്നത് കാണിക്കും. നമുക്ക് ആക്ച്വൽ സെനാരിയോയിൽ വേണ്ടത് ഈ രീതിയിലായിരിക്കും. അതായത് നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യണം, ഒരു പെർട്ടിക്കുലർ സെനാരിയോ ഹാപ്പൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യണം, ഒരു നോട്ടിഫിക്കേഷൻ പുഷ് ചെയ്യണം. ഓക്കെ, ആൻഡ് യു ക്യാൻ യൂസ് ദിസ് പ്രോജക്റ്റ് ആസ് എ റെഫറൻസ് ആൻഡ് ഇഫ് യു വാണ്ട്. ആൻഡ് ഇത് അത്ര ക്ലീൻ ആയിട്ടല്ല എഴുതിയേക്കുന്നത്, ഞാൻ പഠിക്കാൻ വേണ്ടി എഴുതിയതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ തോന്നി, അതുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തതാണ്. ഓക്കെ, ഇതിൽ ഇനിയും കാര്യങ്ങൾ ചെയ്യാം, ഇമേജ് കൊണ്ടുവരാം, അങ്ങനത്തെ കാര്യമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സാധാരണ കാണുന്നില്ലേ, സ്വിഗ്ഗിന്ന് സൊമാറ്റോന്ന് വരുന്ന ഒരു ഐക്കണോ കാണും, അതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കൊണ്ടുവരാം. ഓക്കെ, ഇതിനകത്ത് അത് കൊണ്ടുവന്നിട്ടില്ല, നിങ്ങൾക്ക് ചെയ്യാം. ഇനിയുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ യൂസർ ആപ്പ് എന്ത് ചെയ്യണം, ബിൽഡ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, വി ആർ ഗോയിങ് ടു ബിൽഡ് എ യൂസർ ആപ്പ്. ഓക്കെ, ദാറ്റ് ഈസ് വെരി സിമ്പിൾ. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് നമ്മളെ യൂസർ ആപ്പ് ബിൽഡ് ചെയ്യാം. ഞാനൊരു പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് യൂസർ ആപ്പിന് വേണ്ടി. ആൻഡ് ഇതിനകത്ത് നമുക്ക് ഫയർബേസ് കോൺഫിഗർ ചെയ്യണം, ദെൻ നമുക്ക് പാക്കേജസ് ആഡ് ചെയ്യണം, അത്തരം കാര്യമൊക്കെ ചെയ്യാം. ഓക്കെ, ഞാൻ അതിന് ഇവിടെ സമയം കളയുന്നില്ല, ബിക്കോസ് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെയാണ് ഫയർബേസ് കോൺഫിഗർ ചെയ്യേണ്ടത്. ടെർമിനലിൽ പോവാം, എന്നിട്ട് എന്ത് ചെയ്യുക, ഫ്ലട്ടർഫ്ലൈ കോൺഫിഗർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇതിലേക്ക് നമ്മളെ ഫയർബേസ് പ്രൊജക്റ്റ് ആഡ് ചെയ്യുക. ഓക്കെ, സെയിം ആപ്പിൽ ബാക്ക് എൻഡിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ആപ്പ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഐ തിങ്ക് അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമെന്ന് ചോദിക്കും. ഞാനത് വീഡിയോയിൽ നിന്നും സ്കിപ്പ് ചെയ്തിട്ട് ഓഫ് ദ ക്യാമറയാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ എൻ്റെ പ്രൊജക്റ്റിൽ ഫയർബേസ് ആഡ് ചെയ്തിട്ടുണ്ട്, നേരത്തെ ചെയ്ത പോലെ തന്നെ. Then I have created some folders here, models, screens, services, കുറേ ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്തു. then അതിലൊക്കെ ഫയൽസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് database service, notification service, then your screen and your model. Okay, model is exactly the same as our previous model. So you can copy that here. And let me copy my offer model from my previous app. This is the model. ഓക്കെ, ഇതേ കാര്യമാണ് നമുക്ക് ഇവിടെയും വേണ്ടത്. ഓക്കെ, ഇനി നമ്മുടെ സ്ക്രീൻസ് നമുക്ക് ബിൽഡ് ചെയ്യണം, ഡാറ്റാബേസ് സർവീസ് നമുക്ക് ബിൽഡ് ചെയ്യണം. ആൻഡ് ഇൻസൈഡ് ദിസ് ഡാറ്റാബേസ് സർവീസ് യു ക്യാൻ ഡിഫൈൻ എ ക്ലാസ് എക്സാക്ട്ലി സെയിം ആസ് ദ പ്രീവിയസ് വൺ. നേരത്തെ ചെയ്ത പോലെ തന്നെ അതേ കാര്യം തന്നെയാണ് നമുക്ക് ഇവിടെ വേണ്ടത്. നമുക്ക് ഇവിടെ നമുക്ക് വേണ്ടത് എന്തായിരിക്കും, ഇവിടെ നമുക്ക് ഇങ്ങോട്ട് കാണിച്ചാൽ മതി, വേറെ പ്രത്യേകിച്ചൊന്നും വേണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഡാറ്റാബേസ് സർവീസിനകത്ത് പോയിട്ട് എന്ത് ചെയ്യാണ്, ലെറ്റ് മീ ക്രിയേറ്റ് എ ക്ലാസ് ഹിയർ ദാറ്റ് ഈസ് കോൾഡ് ഡാറ്റാബേസ്
സർവീസ്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഓത്ത് സർവീസിന്റെയും ഒക്കെ ഇൻസ്റ്റൻസ് നമ്മൾ എഴുതണം. ഇവിടെ നമ്മൾ ഓതന്റിക്കേഷൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഡയറക്റ്റ് എന്ത് ചെയ്യണം, യൂസർ ഓതന്റിക്കേഷൻ ഒന്നുമില്ല. ഓക്കെ, അതൊക്കെ നമുക്ക് ഭാവിയിൽ ആഡ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നമുക്ക് ഇനി അഡീഷണലി വേണ്ടത് നമ്മുടെ നോട്ടിഫിക്കേഷൻ സർവീസ് എഴുതണം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് നമുക്ക് ഓഫേഴ്സ് ഗെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു സ്ട്രീം എഴുതിയിരുന്നു, ഓർമ്മ ഉണ്ടോ എന്ന് വിചാരിക്കുന്നു, ഒരു ഫ്യൂച്ചർ ലൈക്ക് ദിസ് വൺ. ഓക്കെ, ആൻഡ് യു നീഡ് ടു ഇമ്പോർട്ട് ദ മോഡൽ ആൻഡ് ദിസ് ഇസ് വാട്ട് വി നീഡ്. ആൻഡ് നമുക്കിതാണ് നമ്മളുടെ സ്ക്രീനിൽ നമുക്ക് ഓഫേഴ്സ് കാണിക്കേണ്ടത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് വേണ്ടത് എന്തായിരിക്കും, ഇനി നമ്മളുടെ ഓത്ത് സർവീസ് ഓതന്റിക് നോ ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ എന്തായിരിക്കും വേണ്ടിയിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ സർവീസ് എഴുതണം. അപ്പോൾ നോട്ടിഫിക്കേഷൻ സർവീസിനകത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, നമുക്ക് നോട്ടിഫിക്കേഷൻ സർവീസിന്റെ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ നോട്ടിഫിക്കേഷൻ സർവീസ് എഴുതാം. ഇതായിരിക്കും നമുക്ക് വേണ്ടത്, ക്ലാസ് notification service. Okay, then you can have a static notification service underscore instance. Okay, then your app id നമ്മൾ പഴയ പ്രൊജക്റ്റിലെ സെയിം ആപ്പ് ഐ ഡി ആണ്. അപ്പോൾ നമ്മളെ അഡ്മിൻ ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ആപ്പ് ഐ ഡി നമുക്ക് കോപ്പി ചെയ്യാം. അപ്പോൾ അത് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്മിൻ നേരത്തെ ചെയ്ത പ്രൊജക്റ്റിനകത്ത് നിന്ന് നിങ്ങൾക്ക് you can copy your app id here and this is your app id. Okay, and ഇത് നമുക്ക് കിട്ടുന്നത് നമ്മുടെ OneSignal ഡാഷ്ബോർഡിൽ നിന്ന് വരുന്നതാണ്. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് എന്ത് വേണം, നോട്ടിഫിക്കേഷൻ സർവീസിൻ്റെ ഒരു കൺസ്ട്രക്ടർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. നോട്ടിഫിക്കേഷൻ സർവീസ് ഡോട്ട് അണ്ടർസ്കോർ ദിസ് തിങ്. Okay, then you have a factory method, factory notification service. Okay, and sorry, ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അണ്ടർസ്കോർ ഇൻസ്റ്റൻസ് ആൻഡ് ദിസ് തിങ് ഇസ് 1ce ഇൻസ്റ്റൻസ് equal to notification service dot underscore dot. Okay, then return underscore instance and this is nullable I think. Okay, then നമ്മൾ ഇനീഷ്യലൈസ് മെത്തേഡ് എഴുതണം. ഇനീഷ്യലൈസ് മെത്തേഡ് നേരത്തെ എഴുതിയ പോലെ എന്തായിരിക്കും, ആൻഡ് ദാറ്റ് ഈസ് എ ഫ്യൂച്ചർ, ഇറ്റ് ഈസ് ക്യാപിറ്റൽ ഫ്യൂച്ചർ വോയിഡ് initialize. Okay, that is an async. Then നമ്മൾ എന്ത് ചെയ്യണം, OneSignal കോൾ ചെയ്യണം, OneSignal dot initialize and you have to pass the app id. App id is actually OneSignal app id. Okay, then you have to await for permission underscore request permission and you can write it as a method here. നേരത്തെ നമ്മൾ ഡയറക്റ്റ് എഴുതുക ചെയ്തത്, നിങ്ങൾക്ക് അതിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, റിക്വസ്റ്റ് പെർമിഷൻ മെത്തേഡ് ആക്കിയിട്ട് എന്ത് ചെയ്യാം, എഴുതാം ലൈക്ക് ദിസ്. ഐ ജസ്റ്റ് ഡിഫൈൻഡ് എ റിക്വസ്റ്റ് പെർമിഷൻ ആൻഡ് ഡീബഗ് പ്രിന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഇമ്പോർട്ട് മെറ്റീരിയൽ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, പെർമിഷൻ റിക്വസ്റ്റ് ചെയ്തു. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് എന്ത് ചെയ്യണം, നേരത്തെ ചെയ്ത പോലെ സെറ്റപ്പ് ഹാൻഡ്ലേഴ്സ് വേണം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആരെ കോൾ ചെയ്യണം, യോ സെറ്റപ്പ് handlers, and there is no handlers here. നമ്മൾ handlers define ചെയ്തിട്ടില്ല. And you can have a catch, not here, here. Initialize and you can try this. Okay, then catch e. Okay, and here you can print your error here. Then you have to call underscore setup handlers like this. Then you can write your setup handlers, and that is actually we need to add foreground, then add listeners. These are the two methods, and that you already written in your previous code.
and you can write a method here under this thing for setup handlers and handle notification click and this thing and ഇവിടെ നമുക്ക് ഈ ഹാൻഡിൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എഴുതിയതാണ്. അപ്പോൾ നമ്മൾ അതും കൂടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കോപ്പി ചെയ്യുന്നുണ്ട്. നമ്മളുടെ പ്രീവിയസ് പ്രൊജക്റ്റിനകത്ത് പ്രീവിയസ്ലി നമ്മൾ അഡ്മിൻ സൈഡ് ചെയ്തപ്പോൾ അതിനകത്ത് എന്തുണ്ട്, ഓൾറെഡി എന്തുണ്ട്, ഹാൻഡിൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഇത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ സെറ്റപ്പ് ഹാൻഡ്ലേഴ്സിന് ഇവിടെ നമ്മളത് ആഡ് ചെയ്തു. വാട്ട് ഈസ് എറർ ഹിയർ ആൻഡ് സെറ്റപ്പ് ഹാൻഡ്ലേഴ്സ്, നോ ഐ തിങ്ക് I just added inside this thing. Okay, handle notification and request permissions. Actually the file name is actually underscore request permission. Okay, and you can call that here await request permission. What is the issue? Is undefined here. Okay, where is request permission? Cut this out. I think one bracket is missing here, then paste it here. Okay, the brackets check ചെയ്യണം. And ഇതാണ് നമ്മുടെ എന്ത്, നോട്ടിഫിക്കേഷൻ സർവീസ്. വാട്ട് ഈസ് എറർ ഇൻസൈഡ് ദിസ് തിങ് ഹിയർ? Instance equal to notification service. No, there is no need of this thing. Okay. Okay, ഇതാണ് നമ്മളുടെ എന്ത്, ഈസ് നോട്ടിഫിക്കേഷൻ എനേബിൾഡ് ആണോ ചെക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആൻഡ് യു ക്യാൻ യൂസ് നോട്ടിഫിക്കേഷൻ എനേബിൾഡ്. Okay, you can write a function for checking is notification enabled. Okay, and now your notification service is almost complete. ഇനി നമ്മൾ എന്ത് ചെയ്യണം, come to your main.dot as we did in your previous project. Come to main.dot, then I'm going to remove everything from here like this. Then you can define a stateless widget called my app. Okay, and that is going to return a material app. Okay, debug show checked mode banner false. Then put a semicolon here. You can write your theme here, and if you want. Okay, I'm not going to write any theme here. Okay, then inside your main function, after this Firebase initialization, and you have to initialize your notification service directly like this. Okay, that's it. ഇനി നമുക്ക് വേണ്ടത് എന്തായിരിക്കും, ഇവിടെ ഹോമിലേക്ക് നമ്മൾ ആരെ കോൾ ചെയ്യാണ്, ആൻഡ് യുവർ ഓഫർ സ്ക്രീൻ. Okay, we haven't built that offer screen yet, so come here and import material and create a stateful widget that is called offer screen. Okay, inside the offer screen we need to create instance of your database service and notification service. So you have to create instance of your database service and notification service. Okay, that's it. Then this is going to return the body should be a scaffold. Okay, then you can have an app bar here, app bar. Okay, then the body should be under this thing. Body should be, what is that here, body, and body should be a refresh indicator, and the child is actually the widget tree we want, and on refresh, and inside the on refresh here, on refresh, and that is an async method, and you need to call set state. Okay, and the child should be child is actually a stream builder as we did earlier, and child is actually, put a comma here, then child is actually a stream builder, and the stream is actually underscore database service dot
get offers, and the type you are going to get list of offer. Okay, then the builder is going to return, builder is going to have the context and snapshot. Okay, and now you can check if your snapshot connection state like the one we did in earlier. Then snapshot error ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? You can do that here, error view, and there is no we haven't defined any error view here, and you can create a class called error view, and or you can simply create this is going to return a center, child should be a text, some error, and $e dollar snapshot, it's not e, snapshot dot error. Okay, and put a semicolon here. Then after that, and after that you can have your uh, tree, I think. After that you have to check whether the snapshot is empty like this, and this should be a center widget, const a center widget, child should be a text, no offers. Then after this we have to return the list view dot builder, and the builder is going to build the tree. Okay, and return a list tile. Okay, then every time it's going to build something, you can take that particular document. Okay, and this index. Okay, then the list tile is actually going to have a title that is a text widget, and you can have dollar offer dot title. Okay, then this is subtitle, and this is description. Okay, now I think your view is complete, and inside the main dot you can call your offer screen. Let me run this app. Okay, and where is the emulator? Okay, I'm going to run this in this emulator. Let's wait for it to run. Okay, ഇപ്പോൾ നമ്മളെ ആപ്പ് റണ്ണായി വന്നിട്ടുണ്ട്. നമ്മളോട് പെർമിഷൻ ചോദിച്ചു, അലോ ചെയ്തു. Now it's running and it's initializing this OneSignal, and you have a range error because we forgot to add range here. Don't forget that. And the item count, and where is that? The builder, and here this is a item count. It's not item, it's an item count. Item count is actually snapshot dot data dot length, and data is actually nullable. And say this. Now you have two offers. This is what we added from your admin app, and that's what we are getting here. Okay, and let me run my and this is the user app, and let me run my admin app. Okay, and okay, and this is my admin app. This is admin and this is user. Okay, minimize this thing, minimize this thing. Okay, I'm going to run this. Okay, and I think this is your, let me take my admin app. Okay,
No, it's in the same emulator. That's the issue. Okay, let me run it on my real device. Okay, this is my phone. ഓക്കെ, ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് എന്ത്, നമ്മളുടെ അഡ്മിൻ ആപ്പ്. റൈറ്റ് സൈഡിൽ കാണുന്ന നമ്മൾ യൂസർ ആപ്പാണ്. ഞാൻ എൻ്റെ അഡ്മിൻ ആപ്പിൽ നിന്നും ഒരു നോട്ടിഫിക്കേഷൻ പുഷ് ചെയ്യാൻ നോക്കാം. ന്യൂ ഓഫർ ആൻഡ് ഫ്ലാറ്റ് 20% എന്ന് കൊടുത്തു. ഡിസ്ക്രിപ്ഷൻ സ്പെഷ്യൽ ഓഫർ ഫോർ യു. ഓക്കെ, for you, and price is actually some price. Okay, and this is logically it's not correct, but just enter and add it. Now it's adding. Now you got the offer here, Firebase letti. Okay, and ഇവിടെ നമുക്ക് notification send എന്ന് എഴുതി കാണിച്ചു, and you got the notification here. And what about here? Okay, it's not coming here, and some issues here. Okay, and let's fix that. And ഇവിടെ നമുക്ക് ആ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്തിട്ടില്ല. ഇവിടെ ഫയർ പേസിൽ വന്നു, പക്ഷെ നമ്മൾ ഇവിടെ ആ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അപ്പോൾ അതിന് കാരണം എന്തായിരിക്കും? നമ്മൾ നോട്ടിഫിക്കേഷൻ പുഷ് ചെയ്തു, ആൻഡ് ഇവിടുന്ന് ഇത് ഓക്കെ ആണ്, പക്ഷെ നമുക്ക് ഇവിടെ റിസീവ് ചെയ്തില്ല. നമുക്കതൊന്ന് ഫിക്സ് ചെയ്യാം. എന്താ? ഓക്കെ, നമുക്ക് ഇവിടെ രണ്ട് സ്ക്രീൻ കാണാം. ഒന്ന്, ഇത് നമ്മുടെ അഡ്മിൻ ആപ്പാണ്. ഇവിടെ കാണുന്നത് നമ്മളുടെ യൂസർ ആപ്പാണ്. ലെറ്റ് മീ ക്ലിയർ എവറിത്തിങ് ഫ്രം ഹിയർ ആൻഡ് മൈ നോട്ടിഫിക്കേഷൻസ്. ഓക്കെ, ഐ ജസ്റ്റ് ക്ലിയർഡ് എവറിത്തിങ് ഫ്രം ഹിയർ ആൻഡ് ഐ എം ഗോയിങ് ടു push a new offer, and let me type this as offer for you and special offer for you, then 250 in the end. Then I'm going to add a notification here, and you can see that's updated here, and the notification is sent. And in my user app I got a notification, and you can see, and this is a notification. When I tap on that notification, I'll be redirected to that page. Okay, and this is what we done. And from the admin side, when you have some event occurs, we trigger the notification, and that notification will be sent to the all users, because we don't have created any segments yet. So അപ്പോൾ നമ്മൾ എല്ലാവർക്കുമാണ് എന്ത് ചെയ്ത് സെൻഡ് ചെയ്ത്. ഇനി നമ്മളുടെ ഇവിടെ വന്നാൽ നമ്മളുടെ OneSignal ഡാഷ്ബോർഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ പുഷ് നോട്ടിഫിക്കേഷൻസ് ഇവിടുന്ന് പുഷ് ചെയ്യാം. യു ക്യാൻ പുഷ് എ നോട്ടിഫിക്കേഷൻ ഫ്രം ഹിയർ, ആൻഡ് ദിസ് ഈസ് വാട്ട് മോസ്റ്റ് ഓഫ് ദ വീഡിയോസ് ഡസ്. നമ്മൾ ഇവിടെ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു ഹാവ് ഫ്രം Flutterfly, and you type the message name. Then you can have a title here, title offer only for you. Okay, and you can have this is from OneSignal dashboard. Okay, then if you want, you can upload an image. I'm not going to upload an image here, and you can review this thing, and you can send this. Now here in my app, okay, I got notification, and you can see only for you. This is from OneSignal dashboard. Okay, actually I have admin app also in my, and user app also in my. That's why I got two notifications here. Okay, and this is from your admin. Okay, what is that? Only for you. This is from OneSignal dashboard. Okay, and this is how you send notifications. And if you come to your dashboard, you will get the statistics here. And let me refresh this thing. Okay, ഇവിടെ നമുക്ക് എന്ത് കിട്ടും, നമ്മൾ സെൻഡ് ചെയ്ത ആ നോട്ടിഫിക്കേഷൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ കഴിയും. അതായത് എത്ര യൂസേഴ്സിൽ റിസീവ് ചെയ്തു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെ കാണാം, നമ്മൾ ഈ ഡാഷ്ബോർഡിൽ കാണാം. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ഹൗ യു സെൻഡ് നോട്ടിഫിക്കേഷൻ. ഐ തിങ്ക് യു ഗോട്ട് എൻ ഐഡിയ. ഇതൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാക്ട്ലി അത്ര വലിയൊരു ടാസ്ക് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ കഴിയും.
Okay, I think I have an issue with my dashboard. ഇവിടെ നമ്മളെ ഡാഷ്ബോർഡിൽ വന്നു കഴിഞ്ഞാൽ യു ക്യാൻ കം ടു യുവർ ഡാഷ്ബോർഡ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം കാണാൻ കഴിയും. ഇതിനകത്ത് നമുക്ക് നമ്മുടെ യൂസേഴ്സ്, ഇവിടെ നിങ്ങൾക്ക് എത്ര യൂസേഴ്സ് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ കുറേ ഫോണിലും അവിടെ ഇടയ്ക്ക് ഇൻസ്റ്റാൾ ചെയ്തു. അതുകൊണ്ട് അതൊക്കെ എന്തായിരിക്കും പുതിയ പുതിയ ആപ്പായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, യൂസറായിട്ട് രജിസ്റ്റർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര യൂസേഴ്സ് ഉണ്ടെന്ന് കാണാൻ കഴിയും. ദെൻ ഇവിടെ നമ്മൾ സെഗ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് യു ക്യാൻ ക്രിയേറ്റ് എ ന്യൂ സെഗ്മെന്റ് ഹിയർ. ദെൻ ദ ഫസ്റ്റ് ഡേറ്റ് വിത്ത് ടൈം വിത്ത്, അതായത് ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സെഗ്മെന്റ് ക്രിയേറ്റ് ചെയ്യാം. ആ സെഗ്മെന്റിലേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് അയക്കാം. അപ്പോൾ അത് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഇവിടെ കണ്ടോ, നമ്മളുടെ സെഗ്മെന്റ്സിൽ എന്തൊക്കെ പോസ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ആക്റ്റീവ് ആണെന്നുള്ള കാര്യമൊക്കെ ഉണ്ടായിരിക്കും. യൂസേഴ്സിൽ നിങ്ങൾക്കിവിടെ ആ യൂസർ IP അഡ്രസ്സ് ഇതെല്ലാം സെയിം IP എന്നാണ്. ബിക്കോസ് ഞാൻ എൻ്റെ IP നിന്നുകൊണ്ടല്ലേ ചെയ്തത്. അപ്പോൾ എല്ലാം സെയിം ആയിരിക്കും. ഇൻ റിയൽ വേൾഡ് ഇതൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നോട്ടിഫിക്കേഷൻസ് സെൻഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇതിൽ iOS-ൻ്റെ സൈഡ് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ iOS-ൽ നമ്മൾ ഫയർബേസ് ആഡ് ചെയ്യുമ്പോൾ കോൺഫിഗറേഷൻസ് വേണം. പിന്നെ ഈ പെർമിഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കോൺഫിഗറേഷൻസ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇതിനകത്ത് സെറ്റ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ നമ്മൾ ആപ്പിൽ SRC-ൽ മെയിനിൽ ആൻഡ്രോയിഡ് മാനിഫെസ്റ്റിൽ എന്ത് ചെയ്യണം, പെർമിഷൻസ് സെറ്റ് ചെയ്യണം. ഇന്റർനെറ്റ് പെർമിഷൻ അങ്ങനത്തെ കാര്യമൊക്കെ കൂടെ സെറ്റ് ചെയ്യണം. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് വിചാരിക്കുന്നത്. അത് ഞാനിവിടെ ചെയ്തിട്ടില്ല. അപ്പോൾ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്, ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ടായി എന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ ഗിറ്റബിൽ ഇട്ടിട്ട് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു റെഫറൻസ് കോഡായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതല്ലാതെ ഇതിൽ എഫിഷ്യൻ്റ് ആയിട്ട് വേറെ രീതിയിൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഞാൻ ഈ രീതിയിലാണ് ചെയ്യൽ. അപ്പോൾ അതിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നോട്ടിഫിക്കേഷൻസ് സെൻഡ് ആവുന്നുണ്ടോ, റിസീവ് ആവുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് കമൻസിൽ പറയുക, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻസിൽ പറയാം. ആൻഡ് യു ക്യാൻ ജോയിൻ അവർ ചാനൽ. വാട്സപ്പ് ചാനലുണ്ട്, ദെൻ ടെലഗ്രാം ചാനലുണ്ട്. ഏത് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ഓക്കെ, ആൻഡ് മോസ്റ്റ് ഓഫ് ദ തിങ്സ് റിപ്ലൈ വരുന്നത് മേ ബി വാട്സപ്പ് ചാനലിൽ നിന്നും അതല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ചെറിയൊരു കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഇടാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ആൻഡ് കമൻസ് ആർ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അത് മറക്കരുത്. ഓക്കെ, അപ്പോൾ ചെയ്ത് നോക്കുക. ആൻഡ് ഹാപ്പി കോഡിങ്. ബൈ.